بلساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله صدق الله مولانا العظيم ബഹുമാന്യരായ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ, രാവും പകലും ഈ പ്രസ്ഥാനത്തിന്റെ വിജയത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദുദ്യമം ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. വന്നുപോയ എല്ലാ ന്യൂനതകളും അബദ്ധങ്ങളും അല്ലാഹു അഫൂ ചെയ്യട്ടെ. വളരെ ചുരുങ്ങിയ സമയം, ഏകദേശം ഒരു 10:45 UAE ടൈം, ഒരു 10:45 പരമാവധി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ചർച്ചയുമായി നമുക്ക് മുന്നോട്ട് പോകണം. ഇവിടെ ഇന്ന് നമ്മുടെ ചർച്ചയ്ക്ക് വേണ്ടി നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം കേരളത്തിൽ ബഹുഭൂരിഭാഗം വരുന്ന പണ്ഡിത സമൂഹം അംഗീകരിക്കാത്തതും അതോടൊപ്പം തന്നെ വ്യാജമാണ്, പിഴച്ചതാണ് എന്ന് തെളിവുകൾ നിരത്തി സമർത്ഥിക്കുകയും ചെയ്ത ഷെയ്ഖാണ്, വലിയാണ്, സുൽത്താനാണ്, ഖുത്ബുസ്സമാനാണ് എന്ന രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തി ഒരു വിഭാഗം, ഒരു വ്യക്തിയെ കേരളത്തിൽ മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി ആനയിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ആലിമീങ്ങൾ, ഹലോ, കോൾ ബ്ലോക്ക് ആക്കി, നെറ്റ് ബ്ലോക്ക് ആവില്ലല്ലോ, എന്നാ കോൾ ബ്ലോക്ക് ആയി. ഹലോ സുഹൃത്തുക്കളെ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. അപ്പോ നമ്മുടെ ആലിമീങ്ങൾ വളരെ സമർത്ഥമായി ഇവരുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിച്ചു കഴിഞ്ഞു. പിന്നെയും നമ്മൾ അവരെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത് വീണ്ടും വീണ്ടും സ്വയം ഒരുപാട് ദുഷ്പ്രചരണങ്ങൾ നടത്തി സാധാരണക്കാർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ, പുച്ഛം തോന്നുന്ന രീതിയിൽ മഹാന്മാരായ ആലിമീങ്ങൾക്കെതിരിൽ ഗൗരവമായ ആരോപണങ്ങളും മറ്റും ഉന്നയിച്ചുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ അന്തരീക്ഷം മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ പലതും നമ്മൾ പറഞ്ഞ് വല്ലാതെ വഷളാക്കണ്ട എന്ന് കരുതിയ കാര്യങ്ങളും നമ്മൾ പറയേണ്ടി വരികയാണ്. നമുക്കറിയാം, ശരീഅത്ത്, ത്വരീഖത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു രീതിയല്ലത്. കാലങ്ങളായിട്ട് മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുകയും മുസ്ലിം ഉമ്മത്ത് ജീവിക്കുകയും ചെയ്യുന്ന ഒരു രീതി
വ്യക്തമായും നമ്മുടെ മുന്നിലുണ്ട്. ഒരിക്കലും ശരീഅത്തില്ലാത്ത ഒരു ത്വരീഖത്തോ ശരീഅത്തുമായി ബന്ധമില്ലാത്ത ഒരു ത്വരീഖത്തോ ഒരിക്കലും സാധ്യമല്ല, അതിന് നിലനിൽപ്പുമില്ല. ഇത് മഹാന്മാരായ തസവൂഫിന്റെ ഇമാമിങ്ങൾ, ഔലിയാക്കളുടെ നേതാവായ ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള വലിയ വലിയ മഹത്തുക്കൾ ഇത് വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ത്വരീഖത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് പലരും രംഗത്ത് വരികയും ശരീഅത്തിന്റെ ഉലമാക്കൽ എന്ന് പറഞ്ഞ് സമൂഹത്തിൽ ഉമ്മത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരെ അവഹേളിക്കുകയും അവർ ശരീഅത്തിന്റെ ആളുകളാണ്, അവർക്ക് ത്വരീഖത്തുമായിട്ട് ബന്ധമില്ലാത്തവരാണ്, അവർക്കെന്ത് ത്വരീഖത്ത്, അവർ ശരീഅത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് അത് മാറ്റി നിർത്തുന്ന ഒരു ശൈലി കാണുന്നുണ്ട്. ഒരിക്കലും വലാ തസ്തഖീമു ത്വരീഖത്തു ബിഗൈരി ശരീഅ, ശരീഅത്തില്ലാതെ ഒരു ത്വരീഖത്തും നിലനിൽപ്പില്ല എന്നതാണ് യാഥാർത്ഥ്യം. മഹാന്മാരായ തസവൂഫിന്റെ ഇമാമികളുടെ ഉദ്ധരണിയാണിത്. ത്വരീഖത്ത്, ശരീഅത്തില്ലാത്ത ഒരു ത്വരീഖത്ത് ഇല്ല. മാത്രമല്ല ശരീഅത്ത് പരിപൂർണമായ അവസ്ഥയിൽ, പരമാവധി പരിപൂർണമായ രീതിയിൽ ശരീഅത്തിനെ അതിന്റെ ചിട്ടയോടുകൂടെ അനുഷ്ഠിക്കുകയും ചെയ്യണം ഒരു വ്യക്തി. അല്ലാതെ തോന്നിയമാതിരി ജീവിച്ചിട്ട് നാവിനും എല്ലില്ല, അവയവങ്ങൾക്ക് നിയന്ത്രണമില്ല, ലൈസൻസ് ഇല്ല, വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയാ, അതിൽ കാണേണ്ട ഖലീഫയാകാൻ പട്ടം കിട്ടാൻ വേണ്ടിയിട്ട് തോന്നിയതൊക്കെ വിളിച്ചു പറയാ. എന്നിട്ട് അവർ വലിയ ത്വരീഖത്തിന്റെ ആളുകൾ, അവർ അംഗീകരിക്കാത്ത ആളുകളൊക്കെ ഇസ്ലാമിന് പുറത്തും മുനാഫിഖീങ്ങളും. എങ്ങനെയാണിത് അംഗീകരിക്കാൻ സാധിക്കുക? മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ത്വരീഖത്തിന്റെ സുലൂക്കിന്റെ അഹ്ലുകാർക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി വിലായത്തിന്റെ മാർഗം തേടി ഇറങ്ങിയ ആളുകൾക്ക് നൽകുന്ന ഒരുപാട് വസിയ്യത്തുകളുണ്ട്, ഉപദേശങ്ങളുണ്ട്. അതിൽ മഹാനവറുകൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഫഅലൈഹി തസ്യീനുൽ ലിവാഹിരിഹിൽ ജലി ബിശരീഅത്തിൽ യനൂറ ഖൽബും മുജ്തലാ. സുലൂക്കിന്റെ അഹ്ലുകാർക്ക്, സാലിക്കീങ്ങൾ, അള്ളാഹുവിലേക്ക് ഇറങ്ങി പുറപ്പെട്ട ആളുകൾ, വിലായത്ത് ആഗ്രഹിക്കുന്ന ആളുകൾ, സാമീപ്യം, ഇലാഹിയായ സാമീപ്യം ആഗ്രഹിക്കുന്ന ആളുകൾ, അവർ തീർച്ചയായും അവരുടെ ലാഹിർ ശരീഅത്ത് കൊണ്ട് ഭംഗിയാക്കണം, അവരുടെ നാവ് ശരീഅത്ത് കൊണ്ട് ഭംഗിയാക്കണം, അവരുടെ സംസാരം, അവരുടെ സംസ്കാരം, അവരുടെ പ്രവർത്തനങ്ങൾ, വാക്കുകൾ, ഇതൊക്കെ ശരീഅത്ത് കൊണ്ട് ഭംഗിയാക്കണം. തമ്മാടിത്തം വിളിച്ചു പറഞ്ഞിട്ട് ഇതൊക്കെ ത്വരീഖത്തിന്റെ പേരിൽ ചാർത്തിക്കൊടുക്കുന്നത് ദീനല്ല. അതൊക്കെ ചില ബിസിനസ് ഗ്രൂപ്പുകൾ നിലനിൽപ്പിന് വേണ്ടി ത്വരീഖത്ത് വാദം ഉന്നയിക്കുന്നതിന്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് അതിലൂടെയൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത്. വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയാ, നാവിനൊരു ലൈസൻസും ഇല്ല, കളവുകൾ വിളിച്ചു പറയാം, എന്നിട്ട് വലിയ ത്വരീഖത്തിന്റെ ആളുകളാണ് പറയും ചെയ്യുക. ശരീഅത്ത് കൊണ്ട് നാവിനെ കെട്ടിയിടാതെ, ശരീഅത്ത് കൊണ്ട് വാക്കുകളെ സൂക്ഷിക്കാതെ എങ്ങനെയാണ് അവൻ ത്വരീഖത്തിന്റെ ആളാവുക? മാത്രമല്ല, ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, ശൈഖാകാൻ യോഗ്യതയുള്ള ആളുകളെക്കുറിച്ച് മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി മിനനുൽ കുബ്രയുടെ മുഖദ്ദിമയിൽ ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകമുണ്ട്, ഒരു വാക്ക്. قال الإمام الشعراني رضي الله عنه قد أجمع أشياخ الطريق على أنه لا يجوز لأحد التصدر لتربية المريدين إلا بعد تفقهه في الشريعة وآلاتها. മുരീദന്മാരെ തെർബിയത്ത് ചെയ്തിരിക്കുന്ന മുറബിയാണ്, തെർബിയത്ത് ചെയ്യുന്ന ആളാണ് അല്ലെ. സ്വപ്നത്തിൽ പോലും വിളിച്ചുണർത്തും, തെറ്റിലേക്ക് പോയാൽ തടയും. എന്തൊക്കെ രീതിയിലാണ് തെർബിയത്തിന്റെ കഥകൾ. മുരീദന്മാരെ തെർബിയത്ത് ചെയ്യുന്ന ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന, ഷെയ്ഖാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ, അവർക്കുണ്ടാവേണ്ട യോഗ്യതകൾ അവർക്ക് അനുവദനീയമല്ല. മുരീദന്മാരെ തെർബിയത്ത് ചെയ്യൽ അനുവദനീയമല്ല. ഇല്ലാ ബഅദ തബഹുരിഹി ഫി ശരീഅത്തി വ ആലാത്തിഹാ. ശരീഅത്തിന്റെ ഇൽമിലും
അതിന്റെ ആലാത്തുകളിലും ശരീഅത്തിന്റെ ഇൽമിന് സഹായകമായ അനുബന്ധമായ ഇൽമുകൾ, ഇതിലും അഗാധമായ ജ്ഞാനം നേടിയിട്ടല്ലാതെ മുരീദന്മാരെ തർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാൾക്കും അനുവദനീയമല്ല എന്നതിന്റെ മേൽ ഖദ് അജ്മഅ അശ്യാഖു ത്വരീഖ്, ത്വരീഖിന്റെ മശായിഖന്മാർ, ത്വരീഖത്തിന്റെ മശായിഖന്മാർ ഇജ്മാഅാണ്. ഏതെങ്കിലും അണ്ടനും അടകോടനൊക്കെ കൂടെ ശൈഖാകാൻ പറ്റൂല. സ്വന്തം തഅ്വീലാത്തുകൾ നടത്തുന്ന ആളുകൾക്ക് ശൈഖാകാൻ പറ്റൂല. അങ്ങനെയുള്ള ആളുകളെ പിന്നാലെ നടക്കാനും പറ്റില്ല. ബഹുമാനപ്പെട്ട തസവുഫിന്റെ വലിയ പണ്ഡിത ജ്യോതിസായിരുന്ന ബഹുമാനപ്പെട്ട അബുൽ ഖാസിം സുറാബാദി റഹിമഹുല്ലാ മഹാനവറുകളുടെ ഒരു വാചകം ഞാൻ വായിക്കാം. അസ്ലു തസവുഫി മുലാസിമത്തുൽ കിതാബി വസ്സുന്നത്തി വതർക്കിൽ അഹ്വാഇ വൽ ബിദ്അഇ വതഅളീമി ഹുറുമാത്തിൽ മശായിഖി. തസവുഫിന്റെ അടിസ്ഥാനം കിതാബും സുന്നത്തും അനുസരിച്ചായിരിക്കണം അവന്റെ എല്ലാ കാര്യങ്ങളും, ഖുർആനും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ, അതനുസരിച്ച് ഇമാമിങ്ങൾ പറഞ്ഞതിന്റെയും അടിസ്ഥാനത്തിൽ, അത് രണ്ടും മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം. അതേപോലെ തന്നെ ബിദ്അത്തിനെയും അഹ്വാ ദേഹേച്ഛകളെയും ഉപേക്ഷിക്കണം. വതഅളീമു ഹുറുമാത്തിൽ മശായിഖി, ശൈഖന്മാരുടെ ഹുർമത്തിനെ അവൻ പരിഗണിക്കണം, ആദരിക്കണം, അത് സൂക്ഷിക്കണം. അതേപോലെ തന്നെ വൽ മുലാസിമത്തു അലൽ ഔറാദി, ദിക്റുകൾ ഔറാദികളുടെ മേൽ അവൻ പതിവാകണം. വതർക്കു ഇർതികാബി റുഖസി വത്തഅ്വീലാത്ത്, ഇത് അടിവരേണ്ട ഒരു വാചകമാണ്. ഇനി ഞാൻ ഇവിടെ കേൾപ്പിക്കാൻ പോകുന്ന ക്ലിപ്പുകൾ കേൾക്കുമ്പോ ബഹുമാനപ്പെട്ട നസ്രാബാദി തങ്ങളുടെ ഈ ഉദ്ധരണി എത്രമാത്രം ആലുവയിലുള്ള ശ്രീമാൻ കളരിക്കൽ യൂസുഫിന് ഫിറ്റാവുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. സമസ്തന്റെ ആലിമീങ്ങളെ നേരെ കളിക്കുമ്പോ ആലോചിച്ച് കളിക്കണം. സമസ്തയിൽ ആൺകുട്ടികളുണ്ട്, ആ ഡപ്പാണ് തെറിക്കും. പരമാവധി സബൂർ ചെയ്യാൻ ഞങ്ങൾ ആലിമീങ്ങൾ ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, അതിനവർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും വായിൽ തോന്നിയതൊക്കെ കോടക്ക് പാട്ടാകുന്ന രീതിയാണെങ്കിൽ തുറന്ന് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തുറന്ന് കാണിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ കാണിച്ചു കൊടുക്കേണ്ടി വന്ന പലരും ഇന്ന് മൂലക്കലായിട്ടുണ്ട്. ഇതൊക്കെ ഓർത്തു വെക്കുന്നത് നന്ന്. ബഹുമാനപ്പെട്ട നസ്രാബാദി തങ്ങളുടെ ഈ വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം. ദീനിലുള്ള ഇളവുകളുടെ പിന്നാലെ പോകരുത് അവർ. അതേപോലെ തന്നെ സ്വന്തമായ വ്യാഖ്യാനങ്ങളും ഉണ്ടാവാൻ പാടില്ല. തസവുഫിന്റെ അഹ്ലുകാർ ഖുർആനിനെയും ഹദീസിനെയും സ്വന്തം നിലക്ക് വ്യാഖ്യാനിക്കാൻ പാടില്ല. തോന്നിയ വ്യാഖ്യാനം പറയാം. സ്വന്തം നിലക്ക് വ്യാഖ്യാനം നടത്തരുത്, തഅ്വീലാത്തുകൾ നടത്തരുത്. മാത്രമല്ല, ഇനി കേട്ടോളൂ, ബഹുമാനപ്പെട്ട അബുൽ ഹസൻ നൂരി തങ്ങൾ പറയുന്നു, ആരെയെങ്കിലും നീ കണ്ടാൽ, ഏതെങ്കിലും ഒരാളെ നീ കണ്ടാൽ അവൻ പല ഇൽമുകളും ജനങ്ങളുടെ അടിയിൽ വലിയ ഇൽമു പറയാ, പുതിയ പുതിയ ഇൽമാണെന്നുള്ളവർക്ക് പലതും വിളിച്ചു പറയാ. അങ്ങനത്തെ ഒരാളെ നീ കണ്ടു, എന്നിട്ടോ തഖ്റുജു അൻ ഹദ്ദിൽ ഇൽമി ശർഈ, ശർഈയായ ഇൽമിന്റെ പരിധിയെ വിട്ടുകിടക്കുന്ന രീതിയിലുള്ള തഅ്വീലാത്തുകളും വ്യാഖ്യാനങ്ങളും പറയുന്ന ഒരു ഫുലാനെ നീ കണ്ടാൽ ഫലാ തഖറബന്ന മിൻഹു, അവനോട് നീ അടുത്തു പോകരുത്. അവനോട് നീ അടുത്തു പോ. ഞാൻ ഈ വായിച്ചത് നിങ്ങൾ മറക്കാൻ പാടില്ല. ഇനി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ക്ലിപ്പുകളിലേക്ക് ഓരോന്നോരോന്നായി വരാം. ആലുവയിലെ ശ്രീമാൻ കളരിക്കൽ യൂസുഫ് സാഹിബ്, അയാൾ വലിയാണ്, അയാൾ കുത്തുബുസ്സമാനാണ് അയാൾ പറയണത്. ചരിത്രത്തിൽ കുത്തുബുസ്സമാൻ എന്ന രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെട്ട പല മഹത്തുക്കളും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലും കുത്തുബുകൾ ഉണ്ടാവുകയും ചെയ്യും, ഔലിയാക്കൾ ഉണ്ടാവും. ബഹുമാനപ്പെട്ട മമ്പുറത്തെ തങ്ങൾ പാപ്പ കുത്തുബുസ്സമാനായിരുന്നു. അതുപോലത്തെ ഒരു കുത്തുബുസ്സമാനാണ് കളരിക്കൽ യൂസുഫ് എന്ന് പറയുന്ന ഈ ഫുലാൻ എന്നാണ് ഇവരുടെ അവകാശവാദം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവരുടെ ഒരുപാട് തഅ്വീലാത്തുകൾ, പൊള്ളയായ വ്യാഖ്യാനങ്ങൾ ദീനിന്റെ കാര്യത്തിൽ ഇവർ കൊണ്ടു നടക്കുന്നുണ്ട്.
അതിൽ വളരെ മർമ്മപ്രധാനമായിരുന്നു ഇവർ വലിയ സംഭവമായി പറയാറുള്ളത്. ആലിമീങ്ങളുടെ ഇടയിൽ വലിയ ചർച്ചയായ ഈമാനും ഇസ്ലാമും ഒന്നാണോ രണ്ടാണോ എന്ന ആ തർക്കമെടുത്തിട്ട് ഖൗമിനെ വഞ്ചിക്കുന്ന വസ്വാസിലാക്കുന്ന ഒരു ശൈലിയാണ് ഇവർ സ്വീകരിക്കാറുള്ളത്. ഈമാനും ഇസ്ലാമും രണ്ടാണോ ഒന്നാണോ, ഏത് നിലക്കാണ് ആ ചർച്ച നടത്തിയത് എന്ന് പോലും അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ അറിയാത്തതുപോലെ അഭിനയിച്ചുകൊണ്ടോ ആ ഒരു തർക്കം കൊണ്ടുവന്ന് ഇവർ പുകമറ സൃഷ്ടിക്കുകയാണ് ചെയ്യാറുള്ളത്. സുഹൃത്തുക്കളെ, ഇവർക്കൊരു വാദമുണ്ട്. ഈ മനുഷ്യൻ ആകെ 14 ത്വരീഖത്തുകളാണുള്ളതെന്നും ഈ 14 ത്വരീഖത്തുകളിൽ ചേർന്നാൽ ഒരാൾ മുസ്ലിമേ ആവൂ, ഇയാളുടെ ത്വരീഖത്തിൽ ചേർന്നാൽ മാത്രമേ മുഅ്മിനാവുള്ളൂ എന്നൊരു വാദം, അപകടകരമായൊരു വാദം, ലോകത്ത് ദീനുമായി ബന്ധമുള്ള സാമാന്യ വിവരമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഈ പിഴച്ച വാദം. എന്ത് അടിസ്ഥാനമാണ് ആ വാദത്തിനുള്ളത്? കളരിക്കൽ യൂസുഫ് സാഹിബിന്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്താലേ മുസ്ലിം മുഅ്മിനായി മരിക്കാൻ പറ്റുള്ളൂ, പുഞ്ചിരിച്ച് മരിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഇവരുടെ വലിയ പ്രചരണമായിട്ട് അണികളുടെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് വിശ്വസിച്ചുകൊണ്ട് മരിക്കുമ്പോൾ ചിരിക്കാൻ പറ്റുന്ന കുറെ ലാ ഇലാഹ ഹൗലായി വലാ ഇലാഹ ഹൗലായി സയഖൂലുവിന്റെ കുറെ ഫായിലുകളുണ്ട്. ഞാൻ അങ്ങനെയാണ് അവരെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. സയഖൂലുവിന്റെ ഫായിലെതിരെ നമ്മൾ ഉസ്താദുമാരൊക്കെ നമ്മോട് പറയാറുണ്ട്. സയഖൂലുവിന്റെ ഫായില് ചില സുഫഹാക്കളെ കുറിച്ച് പറയാറുണ്ട്. ആ രീതിയിലുള്ള കുറെ സുഫഹാക്കൾ മാത്രമാണ് ഇയാളുടെ കൂടാരത്തിലുള്ളതും. ഇനി ആരെങ്കിലും അവർക്ക് വലിയ ബുദ്ധിമാന്മാരാണ് എന്ന് വിചാരിച്ചിരുന്നവർ പോലും ഇയാൾ വിചാരിച്ച രീതിയിലല്ല, ഇയാൾ തനി സഫീഹാണ് എന്ന് വിളിച്ചറിയിച്ചുകൊണ്ട് ആലുവ ത്വരീഖത്ത് എന്ന് പറയുന്ന ഈ കളരിക്കൽ യൂസുഫിന്റെ പിന്നാലെ അടിയുറച്ചു നിൽക്കുന്നുമുണ്ട്. നമുക്ക് പുറത്ത് കാണുന്നവരൊക്കെ ബുദ്ധിമാനായിക്കോളുന്നില്ലല്ലോ. സഫാഹത്ത് എന്ന് പറഞ്ഞാൽ രൂഢമൂലമായി കിടക്കും ചില ആളുകളിൽ, അതിന് ചികിത്സയൊന്നുമില്ല. പലർക്കും ദുന്യവിയായ നേട്ടങ്ങളുണ്ടാവും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇയാളുടെ ത്വരീഖത്തിൽ ചേരാത്ത ആരും മുഅ്മിനായി മരിക്കില്ല എന്നാണ് അയാൾ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഈ ശബ്ദം ഇന്നല്ലെങ്കിൽ നാളെ കേൾക്കുന്ന നൂറുകണക്കിന് മുഅ്മിനീങ്ങളോട് വളരെ വിനയത്തോടെ ഞാൻ ചോദിക്കട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ ഇത് സമ്മതിച്ചു കൊടുക്കണമെന്നാണോ? ഇത് സമ്മതിക്കാത്തതിന്റെ പേരിൽ സമസ്തയുടെ വരക്കൽ മഹാനബി തങ്ങൾ മുതൽ സൈനുൽ ഉലമ വരെയുള്ള കോയക്കുട്ടി ഉസ്താദ് വരെയുള്ള മുഴുവൻ ആലിമീങ്ങളെയും തെറി പറഞ്ഞാൽ ഇതിന് മറുപടി ആവുമോ? ഇയാളെ ത്വരീഖത്തിന് കൂടാത്തവരൊക്കെ മുഅ്മിനായിട്ട് മരിക്കൂല എന്ന് പറഞ്ഞാൽ അതാണ് അംഗീകരിച്ചു കൊടുക്കുക. ഇവിടെ കഴിഞ്ഞു പോയ ആളുകളൊക്കെ ഇയാളെ ത്വരീഖത്തിൽ കൂടിയ ആളുകളാ? ഷഹാദത്തിന്റെ വാചകം, തൗഹീദിന്റെ കലിമ ആവർത്തിച്ചുരുവിട്ട് ലോകത്തോട് പുഞ്ചിരിച്ച് വിട പറഞ്ഞു പോയ എത്രയെത്ര പണ്ഡിതന്മാരും സാധാരണക്കാരും നമ്മുടെ കുടുംബത്തിലുണ്ട്. സമസ്തന്റെ നേതാക്കന്മാർ അവിടെ നിൽക്കട്ടെ, നമ്മുടെ കുടുംബത്തിലുണ്ട്. അവരൊക്കെ മുഅ്മിനീങ്ങളായിട്ടല്ല മരിച്ചു പോയത് എന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. അതിനെന്ത് അടിസ്ഥാനമാണുള്ളത്? ഇവർക്ക് ഈ വാദമുണ്ട് എന്ന് വെറുതെ പറയല്ല. സുഹൃത്തുക്കളെ, ഇയാൾ പറയുന്ന ഒരു അബദ്ധം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. നമുക്കറിയാം, ഇസ്രായേലിയർ, ജൂതന്മാർ എക്കാലത്തും ഇസ്ലാമിന്റെ വിരോധികളും മുസ്ലിമീങ്ങളെ പരമാവധി ദ്രോഹിക്കാൻ വേണ്ടി അവസരം പാർത്തു നടക്കുന്ന ഒരു വിഭാഗമാണ് ജൂതന്മാർ. ഫലസ്തീനിലെ പിഞ്ചു പൈതങ്ങളുടെ നേരെ ക്രൂരമായ ആക്രമണ മുറകൾ അഴിച്ചുവിടുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെറിയ ചെറിയ മക്കളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് വിധേയമാക്കുകയും മുസ്ലിമീങ്ങൾക്കെതിരിൽ തകർത്താടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ജൂതലോബി നമുക്കറിയാലോ, ഇസ്രായേലിയർ. ഈ ജൂതന്മാർ ഒരുപാട് മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ അവിടെ നിന്ന് കൊന്നു തള്ളിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളെ പല രീതിയിലും. ജൂതന്മാർ കൊന്ന ആളുകളൊന്നും ആ ജൂതന്മാരുടെ കരങ്ങളാൽ പെടഞ്ഞു വീണ് ഷഹീദായവരും മരണപ്പെട്ടവരും അവരൊന്നും മുഅ്മിനീങ്ങളായിട്ടല്ല മരണപ്പെട്ടത് എന്ന് കളരിക്കൽ യൂസുഫ് ആണയിട്ട് പറയുന്നു. എന്തു പറയാനുണ്ട് ആലുവക്കാരാ ഈ പ്രയോഗത്തെക്കുറിച്ച്? നിനക്ക്
കളരിക്കൽ യൂസുഫ് സാഹിബ് വലിയാണ്, കുത്തുബുസ്സമാനാണ് എന്ന് കരുതി നടക്കുന്ന നിനക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? അത് ഉൾക്കൊള്ളാൻ നിനക്ക് കഴിയോ? ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും വെറും മുസ്ലിമീങ്ങളാണ്, അവരൊന്നും മൂമിനീങ്ങളല്ല എന്നാണ് അയാൾ പറഞ്ഞത്. പിന്നെ മൂമിനീങ്ങൾ ആരാ? 4, 3, 7 ആൾക്കാര്. ആര്? ഇയാളും ഇയാളെ ചിങ്കിടിയോളും. ഞാൻ ആ ഭാഗം നിങ്ങൾ കേൾപ്പിക്കാം. എത്രമാത്രം അപകടകരമായ ഒരു കാര്യമാണ് ഇയാൾ ഈ പറഞ്ഞത്. ജൂതന്മാർ കൊന്നൊടുക്കിയതൊന്നും അതിൽ തന്നെ വലിയൊരു അബദ്ധം കേട്ടോ. ഞാൻ സത്യത്തിൽ സംശയിച്ചിട്ടുണ്ട്, ഇയാൾ കഞ്ചാവ് വലിച്ചിട്ടാണോ സംസാരിക്കുന്നത്? തമാശ പറയല്ല. ഞാൻ വെറുതെ ഒരു വ്യക്തിയെ തേജോവധം ചെയ്യാൻ വേണ്ടി വെറുതെ പറയല്ല. ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു സംസാരമാണെന്നും പലരും കേൾക്കുമെന്നും ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത്. ഇനി ഞാൻ വെക്കാൻ പോകുന്ന ക്ലിപ്പ് കേട്ടാൽ നിങ്ങൾക്കൊരു സംശയം തോന്നും. ഇനി കഞ്ചാവിനേക്കാണ് വലുതും നിങ്ങൾ കരുതണ്ടാന്ന് കരുതിയിട്ട് അയാളെ രക്ഷപ്പെടുത്താനാണ് ഞാൻ കഞ്ചാവ് അടിച്ചിട്ടാണോ ഇയാൾ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു പറഞ്ഞത്. ഞാനും വലുത് നിങ്ങൾ കരുതണ്ടാന്ന് കരുതിയിട്ടേ അയാളെ സംരക്ഷിച്ചതാണപ്പാ. അത് കേട്ടാ അങ്ങനെ തോന്നിപ്പോവും. ഞാൻ ആ ഭാഗം നിങ്ങൾ കേൾപ്പിക്കാം. ഇത് ക്ലിപ്പ് വെക്കുന്ന ആളും പറയുന്ന ആളും ഞാനായതുകൊണ്ട് അതിന്റെ ഇടയിൽ ചെറിയ ഒരു സമയം വേണ്ടി വരും. ഇത് സ്റ്റീരിയോ മിക്സിലേക്ക് മാറ്റാനും മറ്റുള്ളൊരു സമയം ഇൻഷാ അല്ലാഹ്. വലിയ അപകടമാണ് ഇയാൾ ഈ പറഞ്ഞു വരുത്തുന്നത്. പുറത്തായി മുനാഫിക്കിന്റെ പട്ടികയിലും വന്നു. അപ്പൊ അങ്ങനത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ അപകടിച്ചുകൊണ്ടാണ് ഇന്ന് യഹൂദികളുടെ നീക്കം. പക്ഷെ അവരിലൂടെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? എല്ലാ കണ്ടുപിടുത്തങ്ങളും അവരയിൽ, എല്ലാ പരിഷ്കാരങ്ങളും അവരയിൽ. ഇത്രയും മോമിനിയങ്ങളെ മുസ്ലിമുകളെ അവർ കൊന്നെടുക്കുന്നു, അതോടെല്ലാം ചെയ്യില്ല. പക്ഷെ മോമിനിയങ്ങളടുത്തേക്കൊന്നും ഒരു പേരില്ല. നമ്മളെപ്പോലെ മുസ്ലിമുകളുടെ പേര് വെച്ചാൽ അവർ കൊന്നെടുക്കും. പുറത്തായി മുനാഫിക്കിന്റെ പട്ടികയിലും വന്നു. അപ്പൊ അങ്ങനത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ അപകടിച്ചുകൊണ്ടാണ് ഇന്ന് യഹൂദികളുടെ നീക്കം. പക്ഷെ അവരിലൂടെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? എല്ലാ കണ്ടുപിടുത്തങ്ങളും അവരയിൽ, എല്ലാ പരിഷ്കാരങ്ങളും അവരയിൽ. ഇത്രയും മോമിനിയങ്ങളെ മുസ്ലിമുകളെ അവർ കൊന്നെടുക്കുന്നു, അതോടെല്ലാം ചെയ്യില്ല. പക്ഷെ മോമിനിയങ്ങളടുത്തേക്കൊന്നും ഒരു പേരില്ല. നമ്മളെപ്പോലെ മുസ്ലിമുകളുടെ പേര് വെച്ചാൽ അവർ കൊന്നെടുക്കും. ഹലോ സുഹൃത്തുക്കൾ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ പെട്ടെന്ന് ടെക്സ്റ്റ് അടിക്കണം കേട്ടോ, കാരണം ടൈം നമുക്ക് ലാഭിക്കണ്ടേ. ഓക്കെ. അതായത് ജൂതന്മാര് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയിട്ടും അള്ളാഹു അവർക്ക് നിയമത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാണ് ഇയാൾ പറയണത്. എന്നാ ഇയാൾക്ക് അവർ പറഞ്ഞാൽ പോരെ? ഇയാൾ എന്തിനാ അതിന്റെ പേരിൽ മുസ്ലിമീങ്ങൾ അവിടെ ഇയാൾ ഫിത്തറുണ്ടാക്കാൻ നോക്കുകയാണ്? ഇയാളെ നാക്ക് പിഴക്കാണ്. ഇവിടെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ? ഇയാൾ രണ്ടും പറയുന്നുണ്ട്. ജൂതന്മാര് കൊന്നൊടുക്കിയത് മുഅ്മിനീങ്ങളെയാണ് എന്നും ഇയാൾ പറയുന്നുണ്ട്. എന്നാ ജൂതന്മാര് കൊന്നൊടുക്കിയതൊന്നും മുഅ്മിനീങ്ങളെ അല്ല എന്നും ഇയാൾ പറയുന്നുണ്ട്. സംസാരിച്ചതാകെ 5, 6, 7 സെക്കൻഡ്. ഇയാൾ കഞ്ചാവ് അടിച്ചിട്ടില്ല എന്ന് എങ്ങനെ വിശ്വസിക്കുക? ഇയാൾ പറഞ്ഞ വാക്ക് ഇയാൾ പറഞ്ഞതാ. ജൂതന്മാര് അവര് എത്ര മുസ്ലിമീങ്ങളെ മുഅ്മിനീങ്ങളെയും കൊന്നൊടുക്കി കേട്ടില്ലേ? എത്ര മുസ്ലിമീങ്ങളെ മുഅ്മിനീങ്ങളെ അവർ കൊന്നൊടുക്കി. എന്നിട്ട് അവർക്ക് വല്ലതും സംഭവിക്കുന്നുണ്ടോ? എല്ലാ അധികാരങ്ങളും അവരുടെ കയ്യില്, എല്ലാ സാങ്കേതിക വിദ്യകളും അവരുടെ കയ്യില്, എല്ലാം അവരുടെ കയ്യില് ചുരുക്കം. പക്ഷെ മുഅ്മിനീങ്ങളെ അടുത്തേക്ക് അവരെത്തിയിട്ടില്ല. മുസ്ലിമീങ്ങളെ പേരും വെച്ചിറക്കുന്ന കുറെ ആൾക്കാരാണ് അവർ കൊന്നത്. ഈ നമുക്ക് കാക്കാന്ന് ഞാൻ ഇയാൾ പറയുന്നത് തെറ്റൊന്നുമില്ല. ഇയാൾ ആദ്യം പറഞ്ഞു മുസ്ലിമീങ്ങളെ മുഅ്മിനീങ്ങളെ ജൂതന്മാർ കൊന്നൊടുക്കിയെന്ന്. എന്നിട്ട് ഇയാൾ പറയാ അപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് മുസ്ലിമും മുഅ്മിനും രണ്ടാണല്ലോ, ഇയാൾ ഒരു യുഗത്തിൽ മാത്രം കൂടിയാലല്ലേ മുഅ്മിനാവുള്ളൂ. ഫലസ്തീനിയതൊന്നും ഇപ്പൊ ഇയാൾ ഒരേക്കത്തിന് കൂടിയിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ ഫലസ്തീനിൽ ജൂതന്മാരുടെ നരമേധം കൊണ്ട് രക്തസാക്ഷികളായ സ്വരാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച മഹാന്മാരായ ശുഹദാക്കളുടെ പട്ടികയിൽ എത്താൻ വരെ അവർക്ക് അംഗീകാരവും അവകാശവുമുള്ള ഫലസ്തീനിലെ പിഞ്ചു പൈതങ്ങളും വൃദ്ധന്മാരും യുവാക്കളും യുവതികളും അടങ്ങുന്ന ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ ജൂതന്റെ
കരാളഹസ്തങ്ങളാൽ കൊല്ലപ്പെട്ടവർ അവരൊന്നും മൂമിനീങ്ങളായിട്ടല്ല മരിച്ചെന്ന് അയാൾ പറഞ്ഞത്. മൂമിനീങ്ങളെന്ന് ഒരാൾ കൊന്നിട്ടില്ല, മുസ്ലിമീങ്ങളെ പേര് വെച്ചിറക്കമാണ് കൊന്നു എന്ന് അയാൾ പറഞ്ഞത്. ഈ ആലുവക്കാരൻ ഇയാളെ അംഗീകരിക്കാൻ സമസ്ത ജനങ്ങളോട് ആഹ്വാനം ചെയ്യണം എന്നാണോ ആലുവക്കാരൻ വാദം? അബ്ബാസ് വഴിക്കടവ് ചന്നി പിടിച്ച് കേരളത്തിൽ കുരച്ചു നടക്കുന്നുണ്ട്. ഞാൻ അയാളെ അബ്ബാസ് വഴിക്കടവ് എന്നല്ല പറയാറുള്ളത്, എന്റെ ഒരു ഭാഷ ഉണ്ട്. നമ്മളെ സൂപ്യാക്കാന്റെ പഴയ മരുവനെയാണ്. സൂപ്യാക്കാന്റെ പഴയ മരുവൻ എന്ന് പറഞ്ഞാൽ അബ്ബാസ് വഴിക്കടവിനെ പെട്ടെന്ന് മനസ്സിലാവും. ചെറിയൊരു കാവലും വരും ഉള്ളില്, അതിന് കാരണം വേറുണ്ട്. പിന്നെ 2000 മുമ്പ് അബ്ബാസ് വഴിക്കടവ് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കേസ് ഏതാണെന്നറിയോ? പറയണില്ല, പറയിപ്പിച്ചാൽ പറയും. ഇപ്പൊ ഖലീഫക്ക് പിടിക്കാപ്പോ ഇയാളേതാണെന്ന് നിരച്ചില്ലേ? അടുത്ത ഖലീഫക്കുള്ള സ്കോപ്പുണ്ട്. അടുത്ത ഖലീഫക്കുള്ള സ്കോപ്പുണ്ട്. അതിന് വലിയ ശൈത്താനാവണല്ലോ. അപ്പോഴല്ലേ പിന്നെ ഈ ആ സംഘത്തിന്റെ നേതാവുള്ളൂ. വലിയ സഫിയല്ലേ സുഫഹാക്കളുടെ നേതാവാകുക അല്ലേ? സുഫഹാക്കളുടെ നേതാവാരാ? വലിയ സഫീഹ്. ഡോക്ടർമാരുടെ നേതാവാരാ? ഡോക്ടർമാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഡോക്ടർ ആരാച്ചാ അയാള്. മുഫ്തിനീങ്ങളുടെ നേതാവാരാ? ഏറ്റവും വലിയ ഫിത്തനക്കാരൻ. വ്യക്തി ജീവിതത്തിലും മറ്റും വെറും മുഫ്തിനാണ് സൂപ്യാക്കാന്റെ പഴയ മരുവം. മനസ്സിലായവർക്ക് ഞാൻ അത്രേ പറയുള്ളൂ. 2000 മുമ്പ് നടന്ന പല കഥകളും പറയിപ്പിച്ചാൽ ഞങ്ങൾ പറയും. വിലായത്തൊക്കെ ഞങ്ങൾ ഊരാണ് വലിച്ചെറിയും. അറിയോ? നിങ്ങളെ ഈ വിലായത്ത്, വ്യാജ വിലായത്ത്, അതിനെന്നെ ഇവിടെ സമസ്ത ഉണ്ടായത്. വ്യാജ വിലായത്തും വ്യാജ കറാമത്തൊക്കെ ഊരി വലിച്ചെറിയാൻ, ഈമാൻ സംരക്ഷിക്കാൻ, അതിനെന്നെ സമസ്ത ഇവിടെ ഉണ്ടായത്. എന്നിട്ട് ഇവരെ സമസ്ത അംഗീകരിക്കാത്തതിന് അവർക്ക് വലിയ ഹാലളകളെ. ഈ ആള് പിന്നെ വിഡിത്തം വിളിച്ചു പറയുന്ന ആളുകളെ സമസ്ത അംഗീകരിക്കുക. ഫലസ്തീനിലുള്ള മുഅ്മിനീങ്ങൾ അല്ലേ, രക്തസാക്ഷിത്വം വഹിച്ചവർ, അവരൊന്നും മുഅ്മിനീങ്ങളായിട്ടല്ല, അവരൊക്കെ മുസ്ലിമീങ്ങളെ പേര് വെച്ചെടുക്കുന്ന കുറെ ആൾക്കാർ മാത്രമാണ് എന്ന് സമസ്ത അംഗീകരിച്ചു കൊടുക്കണം. നിങ്ങൾ പറയുന്നത് എന്താണ് സമസ്ത അംഗീകരിക്കേണ്ടത്? എങ്ങനെയാണ് ഇയാളെ സമസ്ത അംഗീകരിക്കുക? ഇയാൾ കള്ളനാണ്, വ്യാജനാണ് എന്ന് എങ്ങനെ സമസ്ത പറയാതിരിക്കും? മൂക്ക് കീപ്പട്ടായ മുസ്ലിമായ ഒരാൾക്കാർ പറയാൻ പറ്റുമോ? സമയം ദീർഘിക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കണില്ല. ഇനി അതുപോലെ സുഹൃത്തുക്കളെ, ഞാൻ മറ്റൊരു ക്ലിപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാണ്. ഇയാളെ പ്രസംഗം തന്നെ. ഇയാളെ ആകെ 20 മിനിറ്റിന്റെ ഉള്ളിൽ നടന്നൊരു പ്രസംഗമാണത്. 20 മിനിറ്റ് പ്രസംഗിച്ചിട്ട് 12 ക്ലിപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇയാൾ എത്രമാത്രം പൊട്ടനാ. പല പൊട്ടന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? മുന്നേ ക്ലിപ്പാകുന്നേ ഇത് KCR അല്ലേ? എത്ര ക്ലിപ്പുകൾ കേട്ടവരാ നമ്മൾ? എത്ര മണ്ട ശിരോമണികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ 1 മണിക്കൂറും 1.5 മണിക്കൂറൊക്കെ ആവറേജ് പ്രസംഗിച്ചാൽ 2-3 ക്ലിപ്പിനുള്ള ചാൻസ് ഉണ്ടാകാറുള്ളൂ. ഇത് 20 മിനിറ്റ് പ്രസംഗിച്ചപ്പോഴേക്ക് 12 ക്ലിപ്പ്. ഞാൻ തൽക്കാലം നിർത്തിവെച്ചതാണ്. എന്തിനറിയോ? ക്ലിപ്പ്, ഒരു മനുഷ്യന്റെ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ടൊരു മനുഷ്യൻ കുഴങ്ങ. സാധാരണ ക്ലിപ്പ് തെരഞ്ഞു കുഴങ്ങലുണ്ട്, ഇതിലൊരു ക്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി തെരഞ്ഞു കുഴങ്ങാറുണ്ട്. പക്ഷെ ഇത് ക്ലിപ്പ് ഉണ്ടാക്കി കുഴങ്ങാണ്. ഇതിൽ ഏതാ ക്ലിപ്പാക്കേണ്ടതെന്ന് അറിയാൻ നറുക്കേണ്ട അവസ്ഥയാണ്. ആ യാതി വിഡ്ഢിത്തങ്ങളല്ലേ വിളിച്ചു പറഞ്ഞത്. ഇനി സുഹൃത്തുക്കളെ, ഇനി ഇയാളുടെ മറ്റൊരു സംസാരം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാം. ആ സംസാരം കേട്ടതിന്റെ ശേഷം ഞാൻ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. ക്ലിപ്പ് നമ്പർ 2. വിമർശനത്തിന്റെ ഒന്നാമത്തെ കാര്യം അവർക്ക് ഇതിനെപ്പറ്റി യാതൊരു പാണ്ഡിത്യമില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന്. രണ്ടാമത്, ഒരു ഷെയ്ഖില്ലാതെ ഒരു വ്യക്തിയും പോയി ജയിക്കൂല. ഇപ്പൊ സുഖം പറയാം, അല്ലാതെ ഷെയ്ഖ് ഷെയ്ത്താനെന്ന്. ഷെയ്ഖില്ലാത്തവന്റെ ഷെയ്ഖ് ഷെയ്ത്താനാണെന്ന് പറയാം. പിന്നെ മറ്റ് ചില ഇബിനുമാജികളെ പോലെ കിതാബുകൾ നോക്കിയാൽ ഫറദുൽ ഇൻസാന് എത്രയോ ഷെയ്ഖ് കാമിലെത്തും, ഒരു സ്വാമി ഒരു യൂണി ഒഴിവൊക്കെ. ഓരോ മുസ്ലിമിനും പുറകെയാണ്. വിമർശനത്തിന്റെ ഒന്നാമത്തെ കാര്യം അവർക്ക് ഇതിനെപ്പറ്റി യാതൊരു പാണ്ഡിത്യമില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന്. രണ്ടാമത്, ഒരു ഷെയ്ഖില്ലാതെ ഒരു വ്യക്തിയും പോയി ജയിക്കൂല. ഇപ്പൊ സുഖം പറയാം, അല്ലാതെ ഷെയ്ഖ് ഷെയ്ത്താനെന്ന്.
ഷെയ്ഖില്ലാത്തവന്റെ ഷെയ്ഖ് ഷെയ്ത്താനാണെന്ന് പറയാം. പിന്നെ മറ്റു ചില ഇബിനുമാജികളെ പോലെ കിതാബുകൾ നോക്കിയാൽ ഫറദുൽ ഇൻസാൻ എത്രത് ഷെയ്ഖ് കാമിലത്തും ഒരു സ്വാമി ഒരു ഊന്നി ഒഴിവൊക്കെ ഓരോ മുസ്ലിമിനും ഫറദാണ്. വിമർശനത്തിന്റെ ഒന്നാമത്തെ കാര്യം അവർക്ക് ഇതിനെപ്പറ്റി യാതൊരു പാണ്ഡിത്യമില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന്. രണ്ടാമത് ഒരു ഷെയ്ഖില്ലാതെ ഒരു വ്യക്തിയും പോയി ജയിക്കൂല. ഇപ്പൊ സുഹൃത്തം പറയാം അല്ലാതെ ഷെയ്ഖ് ഷെയ്ത്താനെന്ന്. ഷെയ്ഖില്ലാത്തവന്റെ ഷെയ്ഖ് ഷെയ്ത്താനാണെന്ന് പറയാം. പിന്നെ മറ്റു ചില ഇബിനുമാജികളെ പോലെ കിതാബുകൾ നോക്കിയാൽ ഫറദുൽ ഇൻസാൻ എത്രത് ഷെയ്ഖ് കാമിലത്തും ഒരു സ്വാമി ഒരു ഊന്നി ഒഴിവൊക്കെ ഓരോ മുസ്ലിമിനും ഫറദാണ്. ഹലോ, സുഹൃത്തുക്കളെ കേൾക്കുന്നുണ്ടോ? സുഹൃത്തുക്കളെ കേൾക്കുന്നുണ്ടോ? ആ. മല്ലാലഹു ഷെയ്ഖുൻ ഫശൈഖുഹു ഷൈത്താൻ. ഷെയ്ഖ് ഇല്ലാത്തവന്റെ ഷെയ്ഖ് ഷൈത്താനാണ്. അവൻ ഷെയ്ഖ് ഇല്ലാതെ ഒരാൾക്കൂടെ ജീവിക്കാൻ തന്നെ പറ്റൂല എന്നാണ് ഇയാൾ പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റഹിമഹുല്ല മഹാനവറുകളുടെ ഒരു ചോദ്യം, ഒരാൾക്ക് ഷെയ്ഖ് നിർബന്ധമാണോ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഷെയ്ഖ് നിർബന്ധമൊന്നുമല്ല, സുന്നത്താണ്. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ വിഷയം നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ. ഇയാൾ പറഞ്ഞു എന്താ ഫർളുൽ ഇൻസാനി യത്ലബു ഷെയ്ഖ് അല്ലേ? എന്താ ഫർള് ഇയാൾ ആ സമയത്ത് ഇയാളെ കണ്ണൊക്കെ കാണണങ്ങള് ഭയങ്കര ലൗഹുൽ മഹ്ഫൂദ് നോക്കിയാൽ വായിക്കല്ലേ. ഫർളുൽ ഇൻസാനി യത്ലബു ഷെയ്ഖ് പിന്നെന്താ ഇബ്നു മാജ പോലത്തെ കിതാബുകൾ നോക്കിയാൽ കാണാന്നാ പറയുന്നത്. ഈ ഹംകിന് മനസ്സിലാവേണ്ട ഇബ്നു മാജ ഹദീസിന്റെ കിതാബല്ലേ അല്ലേ? സുനന് ഇബ്നു മാജ ഹദീസിന്റെ കിതാബല്ലേ? ഹദീസിന്റെ കിതാബിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ റസൂല് പറഞ്ഞ ഹദീസാണ് അർത്ഥം. ഏതോ മുരീദന്മാരാണ് പല മാറ്റർ എഴുതി കൊടുക്കണമെന്ന് പറയണ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ മുരീദന്മാർ ഇയാൾ പൊട്ടത്തരം എഴുതി കൊടുത്തിയാണ് ഇയാൾ കൊടുക്കാൻ പാടുണ്ടോ? ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഇയാൾ ഈ പറഞ്ഞ ഫർളുൽ ഇൻസാൻ യത്ലബു ഷെയ്ഖ് പറഞ്ഞുണ്ട്. ബാക്കി എന്താ എനിക്ക് തിരിഞ്ഞിട്ടില്ല, ആർക്കും തിരിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വായിക്കുന്നത്. ആ പറഞ്ഞ വാചകം ഇബ്നു മാജയിൽ നിന്ന് കാണിച്ചു തരാൻ കളരിക്കൽ യൂസുഫിന്റെ എല്ലാവിധ തോന്നിവാസങ്ങൾക്കും ന്യായവാദങ്ങൾ പാടി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം പാട്ടും പാടി നടക്കുന്ന അബ്ബാസ് മുതൽ സൂപ്യാക്കാന്റെ പഴയ മൊരോ മുതൽ ഓൺലൈനിൽ ഇവർക്ക് വേണ്ടി വക്കാലത്ത് പിടിച്ചുകൊണ്ട് തുടക്കം മുതൽ ഒടുക്കം വരെ തുടങ്ങിയപ്പോ 18 ആളിനെ ഇപ്പോ 10 ആളായി ഏറിയാ കാണാനുള്ളൂ. ഇങ്ങോട്ട് താഴ്ത്തിക്കാ വളർച്ച. ആലുമരത്തിന്റെ മര്യ വേരുമെന്ന് ഇങ്ങോട്ട് താഴ്ത്തിക്കാ പോരുന്നേ കൊമ്പുമെന്നേ. ഈ രൂപത്തിൽ വളർച്ചയുടെ പാരമ്യതയിലെത്തി നിൽക്കുന്ന ബൈലക്സിൽ ഇവർക്ക് വേണ്ടി ന്യായവാദങ്ങളും തെളിവുകളും കണ്ടുപിടിച്ച് പരതി നടക്കുന്ന മഹാന്മാരായ സമസ്തയുടെ ആനിമീങ്ങളെ തെറി പറഞ്ഞുകൊണ്ട് വൈദഗ്ധ്യം തെളിയിക്കുന്ന ഏത് ശുജായിക്കാണ് ഇങ്ങനൊരു ഹദീസ് ഫർളുൽ ഇൻസാനി യത്ലബു ഷെയ്ഖു യത്ലബു ഫലവന്റെ മുസ്തഖബില് യത്ലബു ആണത്രേ. ഷെയ്ഖ് ഖുത്ബുസ്സമാൻ മണ്ണാൻ കട്ട. ഇതിലപ്പുറം എന്താ പറയാ? യത്ലബുവോ ഫലവന്റെ മുസ്തഖബില് യത്ലബു. അത് മാത്രല്ല ഫർളുൽ ഇൻസാനു യത്ലബു ഷെയ്ഖു കള അല്ലെ? എന്താണ് ചെയ്യ സുഹൃത്തുക്കളെ? ഇതൊക്കെ എവിടെ ഉണ്ടെന്നാ പറഞ്ഞത്? ഇബ്നു മാജയിലുണ്ട് എന്നാ പറഞ്ഞത്. ഇബ്നു മാജ ആരാ? ഇബ്നു മാജ ഏതാ കിതാബ്? സുനൻ ഇബ്നു മാജ ഏതാ കിതാബ്? അറിയില്ലേ അനുവക്കാറ നിനക്ക് അല്ലേ? ഹദീസിന്റെ കിതാബല്ലേ? ഹദീസിന്റെ കിതാബിൽ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞത് എന്തേനർത്ഥം? ഹദീസാണെന്നല്ലേ? ഏത് ഹദീസാ കൊണ്ടുപോവാ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞൊരു ഹദീസ് ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. ഇല്ലെങ്കിൽ മുത്തുനബിയുടെ മേൽ നുണ പറഞ്ഞ ഇയാളെ കുറിച്ച് നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്ന് സമൂഹത്തോട് തുറന്നു പറ. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖ്അദഹു മിനൻ നാർ എന്നത് കാന്തപുരത്തിനെതിരെ മാത്രമുള്ള ഹദീസല്ല. അല്ലെങ്കിൽ അതൊരു സൽമാൻ റുഷ്ദിക്ക് മാത്രമുള്ള ഹദീസല്ല. അത് റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് നുണ പറഞ്ഞ ഏതെങ്കിലും ആളുകൾക്കെതിരെ മാത്രമുള്ള ഹദീസല്ല. കളരിക്കൽ യൂസഫിനും ആ ഹദീസ് ബാധകമാണ് എന്ന് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഞങ്ങൾ നിങ്ങളെ ഉണർത്തുകയാണ്. എന്തു പറയാൻ നിങ്ങൾക്ക്? ഫർളുൽ ഇൻസാനി യത്ലബു ഷെയ്ഖ് റസൂല പറയാം. റസൂൽ എന്താ കളരിക്കൽ യൂസഫോ? എന്തെങ്കിലും മനസ്സിലാക്കിക്കണത്? എന്നിട്ട് ഇത് സമസ്തങ്ങൾക്ക് അംഗീകരിച്ചു തരണം അല്ലേ?
ഇതിനൊക്കെ സമസ്തങ്ങൾക്ക് അംഗീകരിച്ചായിരുന്നു. ഇയാൾ ഈ പറഞ്ഞത് അതൊക്കെ ശരിയാണ് മക്കളെ എന്ന് കാളമ്പാടി ഉസ്താദ് പറയണം, സൈനുൽ ഉലമ പറയണം അല്ലെ. അതിന് സൈനുൽ ഉലമ പഠിച്ചതേ വളാഞ്ചേരി നിങ്ങൾക്കുണ്ടൊരു കൂടാരം അവിടുന്ന് കണ്ടിരുന്നു, അല്ലെങ്കിൽ അത് നടക്കൂല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങളുടെ തീരുമാനം എത്രമാത്രം സുശക്തവും എത്രമാത്രം സുബദ്ധവുമായിരുന്നു എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക ഞങ്ങൾ ചെയ്യുന്നത്. ബോധ്യപ്പെടുന്നത് തീർച്ചയാണ്. എന്ത് പറയാണ്ട് എങ്ങനെ ഒരു ഹദീസ് നിങ്ങൾക്ക് ഇബ്നു മാജിദ് കാണിച്ചു തരാൻ പറ്റുമോ? വെല്ലുവിളിക്കാണ് ഞങ്ങൾ. സ്വീകരിച്ചോ? ഹമീദ് ഫൈസി ഉസ്താദിനെ ആലുവയ്ക്ക് വിളിച്ചിരുന്ന ഒരുത്തൻ കൊണ്ടുപോവാനെ ഓരോനെ പേരിന്ന് കയറിയാൽ മതി, ഓൺലൈനിൽ ആലുവയ്ക്കൊന്നും പോകണ്ടല്ലോ, കൊണ്ടുപോവാ. സൂപ്പിയാക്കാന്റെ പയ്യ മോനോ കൊണ്ടു വരട്ടെ, ഇങ്ങനെ ഒരു ഹദീസ് ഇബ്നു മാജിദിൽ നിന്നോ കൊണ്ടുവരട്ടെ. മുത്തുനബിയുടെ പേരിൽ നുണ പറയും, എന്നിട്ട് തൊരിയക്കൊത്താണ് പറയും ചെയ്യുക. ഇതൊന്നും ഞങ്ങൾ പറയണമെന്ന് കരുതിയല്ല. ഞങ്ങളുടെ കയ്യിൽ ഈ സാധനങ്ങളും മോതിരമൊക്കെ ഉണ്ടായിട്ടും മിണ്ടാതിരുന്നെന്താ അറിയോ? ഇയാൾക്ക് ഇയാളുടെ അധര വ്യായാമത്തിലൂടെ ഉദരപൂരണമാണ് ഉദ്ദേശം എന്ന് ഞങ്ങൾക്കറിയാം. കഴിഞ്ഞു പോയിക്കോട്ടെ, എത്ര കള്ളന്മാർ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു കള്ളൻ അങ്ങനെയും പോട്ടേനെ കരുതിയിട്ടുള്ളായിരുന്നു. പക്ഷെ ഇത് ആലിമീങ്ങൾക്കെതിരെ, സമസ്തയുടെ സമുന്നത നേതാക്കൾക്കെതിരെ വിരലനക്കിയാൽ ഞങ്ങൾ പ്രവർത്തകർ നോക്കി നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. പലരും ഞങ്ങൾ പിടിച്ചു കെട്ടിയിട്ടുണ്ട്, ഇതിനും പിടിച്ചു കെട്ടുന്നെയും ഒരു സംശയമല്ല. ഇൻഷാ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനിയാള് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരിൽ പച്ചയായ നുണ പറയുന്ന മറ്റൊരു വാചകവും ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോവാണ്. ഒന്നും രണ്ടും നുണയല്ല. ആര് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞതറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാ. മുത്തുനബിന്റെ പേരിൽ നുണ പറഞ്ഞിട്ട് ഒരു കുത്തുബുസമാനോ? ഏത് കുത്തുബുസമാനാണ്? എന്താ ഈ ചോദ്യം ഞങ്ങൾക്ക് പറ്റൂലേ? അങ്ങനെ ഒരു കുത്തുബുസമാനോ? ക്ലിപ്പ് നമ്പർ 3. അപ്പൊ ഇല്ലെന്ന് പറഞ്ഞാൽ അവരെ തന്നെ ചെയ്യണമായി, അവരെ തന്നെ അപ്പടി കള്ള. ഈ ഇതിനെപ്പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുതുവായി തരുന്ന, അതായത് അവസാന കാലത്ത് ദജ്ജാലിറങ്ങും. അപ്പൊ ദജ്ജാലിനെ പറ്റി എനിക്ക് പേടിയില്ല. അത് കാരണം ദജ്ജാലിനെ പറ്റി പേടിയില്ല എന്ന് പറയാൻ എല്ലാ മതസ്ഥരിക്കും, സാധാരണക്കാരായ പണ്ഡിതന്മാർ പറഞ്ഞ് എല്ലാ മതസ്ഥരിക്കും മറ്റുള്ളവരെ അവരെ മതമനുസരിച്ച് എല്ലാത്തിനും വേണ്ടി ക്യാമമാണ് ഈ ദജ്ജാൽ വരുന്നുള്ള ഉറപ്പെല്ലാ മതക്കാരിക്കാരെ നമ്മളോട്ടിരിക്കറിയാം. പക്ഷെ എന്റെ ഉമ്മത്തിൽ നിന്ന് 2 ഭാഗം ദജ്ജാലന്മാരടങ്ങും, അവരെന്നെ എനിക്ക് ഭയമെന്ന് പറഞ്ഞു, പേടിയെന്ന് പറഞ്ഞു. അപ്പൊ സാധാരണ ചോദിച്ചാൽ അതാണ് നല്ലത്. ചോദിച്ചാൽ പറഞ്ഞത് സയക്കൂന ജമാഅത്ത് യഖൂലൂന ലിന്നാസി ഞാനും ഉലമാവും മുബശായിരും നാദൂസും ഇലത്തിയും തന്നു. അതായത് നിങ്ങളുടെ സമൂഹത്തിലേക്ക് കടന്നുവരാൻ 2 ഭാഗം ദജ്ജാലന്മാര്, അതായത് നിങ്ങളുടെ സമൂഹത്തിലേക്ക് കടന്നുവരാൻ ജമാഅത്ത് യഖൂലൂന ലിന്നാസി. അപ്പൊ സാധാരണ ചോദിച്ചാൽ അതാണ് നല്ലത്. ചോദിച്ചാൽ പറഞ്ഞത് സയക്കൂന ജമാഅത്ത് യഖൂലൂന ലിന്നാസി ഞാനും ഉലമാവും മുബശായിരും നാദൂസും ഇലത്തിയും തന്നു. അതായത് നിങ്ങളുടെ സമൂഹത്തിലേക്ക് കടന്നുവരാൻ 2 ഭാഗം ദജ്ജാലന്മാര്, അത് ഒരു ഭാഗം ഇപ്പോഴത്തെ കപട പണ്ഡിതന്മാരും. സുഹൃത്തുക്കളെ കേൾക്കുന്നുണ്ടോ? കുത്തുബുസ്സമാനല്ലേ? കുത്തുബുസ്സമാൻ. കീശേരിക്കാരത്തിൽ പെണ്ണ് പറഞ്ഞിട്ടുണ്ട്, ഇത് കുത്തുബുസ്സമാനല്ല. കീശേരിക്കാരത്തിൽ പെണ്ണിന്റെ ഭാഷ കടഎടുത്താൽ അത് കുത്തുബുസ്സിനെന്ന് പറയേണ്ടി വരും അല്ലേ? നമ്മൾ അത്തരം വാക്കുകളൊന്നും പ്രയോഗിക്കുന്ന ആളുകളല്ല. വേണ്ടി വന്നാൽ ഞങ്ങൾ പ്രയോഗിക്കേണ്ടി വരും. മനസ്സിലായോ? പറയിപ്പിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, എന്താ പറയാൻ പറഞ്ഞത്? യഖൂലൂന നിന്നാസി ജമാഅത്ത് യഖൂലൂന നാനു അനാ. ഹദീസ് വായിക്കാണ്. എന്നിട്ട് ഞാൻ എന്താ പറഞ്ഞത്? അള്ളാന്റെ റസൂല് പറഞ്ഞു, എനിക്ക് 2 വിഭാഗം ദജ്ജാലുകൾ എന്റെ കൂട്ടത്തിൽ നിന്ന് വരാണ്ട്. ശരിക്കും വരുന്ന ദജ്ജാലിനൊന്നും അല്ല എനിക്ക് പേടി. എന്റെ കൂട്ടത്തിൽ നിന്ന്, എന്റെ ഉമ്മത്തിന്റെ കൂട്ടത്തിൽ നിന്ന് 2 വിധം ദജ്ജാലുകൾ വരാണ്ട്. അപ്പൊ സ്വാമികൾ ചോദിച്ചു, അത് ആരാ നബിയെ? അപ്പൊ സയഖൂലൂന നിന്നാസി നാനു ഉലമാ നാദിറോ. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഇങ്ങനൊരു ഹദീസ് കൊണ്ടുവരാൻ. ഇയാൾ ഈ പറഞ്ഞ രീതിയിൽ ഉള്ള ഒരു ഹദീസ് ഏതെങ്കിലും ഹദീസിന്റെ കിതാബുകളിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞതായിട്ട് ഏതെങ്കിലും ഒരു സ്വഹാബിയെ തൊട്ടുദ്ധരിച്ച ഒരു ഹദീസ് ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിയുടെ 7ാം ഭൂമിയുടെ അടിയിൽ നിന്ന് കുഴിച്ചിട്ടെങ്കിലും കൊണ്ടുവരാൻ സൂപ്യാക്കാന്റെ പഴയ മരുവനുള്ള കാര്യമായ വായാടി. ആ മരുവനെ ഞാൻ വെല്ലുവിളിക്കാണ്. കൊണ്ടുവാ ഈ ആദ്യൊരു ഹദീസ്. കളരിക്കൽ യൂസുഫ് ഉണ്ടാക്കിയ ഈ ഹദീസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ
ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. പൈലക്സിലെ ഓൺലൈൻ മുഫ്തിമാരുണ്ടല്ലോ, എന്താണ് എന്ത് ജമിയത്തുലമയാണ്? സുബ്ഹാന ജല്ല ജലാലു, ഗൗസിയ ജമിയത്തുലമ അല്ലെ? പേരിങ്ങനെ കേട്ടാണ്ടല്ലോ കൊമ്പനാനാന്നൊക്കെ തോന്നിപ്പോവും. എന്നാ ചെന്ന് നോക്കുമ്പോഴോ കുഴിയാനന്റെ ഉസുറും ഉണ്ടാവില്ല. പേരും വലിപ്പൊക്കെ കേട്ടാൽ ഇതുപോലെ കൊമ്പനാനെന്ന് വിചാരിച്ച് ചെല്ലും. ചെന്ന് അടുത്ത് നോക്കുമ്പോഴോ കുഴിയാനന്റെ വഴി പോക്ക് ബാക്കിക്ക. ഗൗസിയ ജമിയത്തുലമ കൊണ്ടുവാ. ഗൗസിയ ജമിയത്തുലമന്റെ പ്രസിഡന്റ് ആരാ? അയാളെ തന്നെ കൊണ്ടുവരും. ഇങ്ങനെ ഒരു ഹദീസ് അയാളല്ല നമുക്ക് വേണ്ടത്, ഈ ഹദീസാണ് നമുക്ക് വേണ്ടത്. കൊണ്ടുവരാൻ പറയാം ഈ ഹദീസ്. അള്ളാന്റെ ഭൂമിയിൽ എവിടെയെങ്കിലും ഈ ഹദീസ് നിലവിലുണ്ടോ? ഇങ്ങനെ ഒരു ഹദീസ്? കളരിക്കൽ യൂസുഫ് സാഹിബ് ശ്രീമാൻ ഇയാൾ ഉദ്ധരിച്ച റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞ ഹദീസ് ആൺകുട്ടികൾ ആണായി പിറന്നവരുണ്ടെങ്കിൽ രണ്ടെണ്ണം കേട്ടോ, നേരത്തത്തോണ്ട് ഇവര് വാജിയിലുള്ളതേ, അത് മറക്കരുത്. അതും കൊണ്ടുവരണം, ഇതും കൊണ്ടുവരണം. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ. ഞങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, സീറ്റ് നരകത്തിൽ ബുക്ക് ചെയ്തു. നിങ്ങളുടെ സീറ്റ് നരകത്തിൽ ബുക്ക് ചെയ്ത ഒരാളുടെ പിന്നാലെ കൂടുന്നവർ പുഞ്ചിരിച്ച് മരിക്കാൻ വേണ്ടി പിന്നാലെ കൂടിയേക്ക. ഈ സീറ്റ് നരകത്തിൽ ബുക്ക് ചെയ്തു ഞങ്ങൾ പറയല്ല. ഞമ്മക്കൊരാൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നാ പറയുന്നത് തീരുമാനിക്കണ പണിയല്ല, സമസ്ത ഉണ്ടാക്കിയതുമല്ല അല്ലെ? മരിക്കുമ്പോൾ നമുക്ക് പുഞ്ചിരിച്ച് മരിക്കാൻ ഓഫർ കൊടുക്കാനല്ല സമസ്ത ഉണ്ടാക്കിയത്. ഈമാൻ പഴിച്ചു പോവാതിരിക്കാൻ, മുഅ്മിനീങ്ങളുടെ ഈമാൻ സംരക്ഷിക്കാനാണ്. ആ ദൗത്യമാണ് ഞങ്ങൾ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. ഈ എല്ലാ ഷർറിൽ നിന്നും ശിറാറുൽ ഖൽഖിൽ നിന്നും അല്ലാഹു മുസ്ലിം ഉമ്മത്തിനെ രക്ഷപ്പെടുത്തട്ടെ എന്ന് ഞങ്ങൾ ദുആ ചെയ്യുകയാണ്, വെല്ലുവിളിക്കുകയാണ്. കൊണ്ടുവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങളെ കുതുബു സമാന പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനിയാൾ പറഞ്ഞ ഏറ്റവും വലിയ അബദ്ധമുണ്ട്. സുബ്ഹാനല്ലാഹ്, മൂക്കത്ത് വിരൽ വെച്ചു പോകും. ഇതൊക്കെ മറച്ചു വെച്ചിട്ട് പോലെ കാര്യമായ പ്രശ്നം എന്താണെന്നറിയോ? വരക്കൽ ബാഹരവി തങ്ങൾ ഷിയഈ ആശയക്കാരൻ. ഞാൻ മറുപടി പറയുന്നുണ്ട്. ഇത് ഇന്നത്തോടുകൂടി തീരുന്നതല്ല. 25 ചോദ്യമല്ലേ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആളുകളോട് നിങ്ങൾ ചോദിച്ച 25 ചോദ്യം ഉണ്ടല്ല. ഈ 25 ചോദ്യം ഞങ്ങൾ എല്ലാ നിലക്കും അറബിക്കടലിലേക്ക് വലിച്ചെറിയുകയും ആ 25 ചോദ്യങ്ങളും സൂഫിയാക്കാന്റെ പഴയ മരുമകന്റെ വിഡ്ഢിത്തത്തിൽ നിന്ന് ഉടലെടുത്തത് മാത്രമാണ് തെളിയിക്കുകയും ചെയ്യുമെന്ന് മാത്രമല്ല, അതോടൊപ്പം നിങ്ങളോട് ഈ ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ നിങ്ങൾ വിറച്ച് മറുപടി പറയാൻ കഴിയാതെ വിയർക്കുകയും ചെയ്യേണ്ടി വരും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ കളിച്ചത് റസൂലുള്ളാഹി തങ്ങൾ തൊട്ടാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇയാൾ വലിയൊരു അബദ്ധം പറയുന്നത് വേറെ നിങ്ങൾക്ക് കേൾക്കാം. അതായത് നമുക്കറിയാം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദഅവത്ത് പരിപൂർണമാണ് അല്ലേ? റസൂലുള്ളാഹി തങ്ങളുടെ ദഅവത്ത് പരിപൂർണമാണ്. ഖിയാമത്ത് നാൾ വരെ അല്ലാഹ് എന്ന് പറയുന്ന ഒരു വിഭാഗം, ഒരു ത്വായിഫത്ത് ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. ആ ത്വായിഫത്ത് എന്നില്ലാതെയാകുന്നോ അന്ന് ലോകാവസാനവും സംഭവിക്കും. ഇത് മുസ്ലിം ഉമ്മത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നമ്മൾ അറിഞ്ഞ മനസ്സിലാക്കിയ പാഠമാണ്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ? കളരിക്കൽ യൂസുഫ് ഖാനിന്റെ വകേട്ടോ, വഞ്ചക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചാണ് കൂട്ടിക്കോളി. നിങ്ങൾ മറ്റേ ഖാനാക്കണ്ട, ഖായിൻ എന്ന് കൂട്ടല്ലേ, യൂസുഫ് ഖായിൻ. ഓക്കെ, ഏതോട്ടെ. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഇയാളുടെ പ്രസംഗം കേട്ട അതിലപ്പുറം പറയും അന്തള്ള ആളുകള്. ഇയാള് പറയാണ് 470 ഹിജ്റ 470 ഇവിടെ തൗഹീദ് പൂർണ്ണമായി നശിച്ചുപോയി എന്നാണ് ഇയാളുടെ വാദം. എന്ത് ഹിജ്റ 470 ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പ്രബോധനം ചെയ്ത ദഅവത്തിന് അല്ലേ, അതുവഴി ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്കും ഹബീബായ മുത്തുനബിയുടെ സ്വഹാബികൾ എത്തിച്ചു കൊടുത്ത പരിശുദ്ധമായ തൗഹീദിന്റെ സന്ദേശം ഹിജ്റ 470 പാടേ നശിച്ചുപോയി. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് സമസ്ത അംഗീകരിച്ചു കൊടുക്കണത്രേ. ഇയാളെ സമസ്ത സപ്പോർട്ട് ചെയ്യണത്രേ. ഇയാളെ സമസ്ത സപ്പോർട്ട് ചെയ്താൽ പിന്നെ സമസ്തക്ക് എന്ത് നരിമരിയുള്ളത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ കൊലക്കൊമ്പന്മാരെ പിടിച്ചു കെട്ടിയിട്ടുണ്ട്, ഇതിലും വലിയ കള്ളന്മാരെ. ഇതൊക്കെ ചോട്ടാ കള്ളനല്ലേ? വലിയ വലിയ പഠിച്ച കള്ളന്മാരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കുന്നിക്ക് പിടിച്ചു നിർത്തിയിട്ടുണ്ട്. പിന്നെന്തോ കുഞ്ഞിക്കള്ളന്മാർ? അപ്പൊ സുഹൃത്തുക്കളെ,
ഹിജ്റ 470 തൗഹീദ് പൂർണ്ണമായും നശിച്ചുപോയി എന്ന് ഇയാൾ പറയുന്ന ഭാഗമാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ക്ലിപ്പ് നമ്പർ ഇപ്പൊ എത്രയാ? 4 അല്ലേ? ാണ് റസൂലുള്ളാഹിന്റെ കാലത്തും ഉണ്ടായ പ്രശ്നങ്ങൾ. അതായത് ഹിജ്റ 470 തൗഹീദ് പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് പാരമ്പര്യം നഷ്ടപ്പെട്ട് അന്ന് ഇവിടെ പണ്ഡിതന്മാരെ കുറവ് ഔലിയാക്കന്മാരെ കുറവ് ഒന്നും തന്നെയില്ല, കോളേജിന്റെ കുറവില്ല. അങ്ങനത്തെ ഒരു സമയത്താണ് റസൂലുള്ളാഹിന്റെ കാലത്തും ഉണ്ടായ പ്രശ്നങ്ങൾ. അതായത് ഹിജ്റ 470 തൗഹീദ് പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് പാരമ്പര്യം നഷ്ടപ്പെട്ട് അന്ന് ഇവിടെ പണ്ഡിതന്മാരെ കുറവ് ഔലിയാക്കന്മാരെ കുറവ് ഒന്നും തന്നെയില്ല, കോളേജിന്റെ കുറവില്ല. അങ്ങനത്തെ ഒരു സമയത്താണ് ഇയാളിന്റെ കൈപ്പാട്ടിലുണ്ടെങ്കിലല്ലോ. സുഹൃത്തുക്കളെ, എന്താ ഇയാൾ ഈ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് കേൾക്കണില്ലേ? സുഹൃത്തുക്കൾ കേൾക്കുന്നില്ലേ? ഓക്കെ. എന്താ ഇയാൾ ഈ പറഞ്ഞത്? ഹിജ്റ 470 ഗൗസുൽ ആലം വരുന്നതിന് മുമ്പേ ഹിജ്റ 470 ഗൗസുൽ ആലം ഇവിടെ ദഅ്വ രംഗത്ത് സജീവമാകുന്നതിന് മുമ്പ് ഹിജ്റ 470 തൗഹീദ് പൂർണ്ണമായും അതിന്റെ പാരമ്പര്യം നശിച്ചു പോയിരുന്നു. സൂഫിയാക്കാന്റെ മരുവനെ ഞാൻ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. ഈ ഒരു വാചകം നിങ്ങൾ ഖുതുബുസ്സമാനാണെന്ന് പറയുന്ന കളരിക്കൽ യൂസുഫ് സാഹിബ്, ഇയാൾ ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് ഇമാമിങ്ങളുടെ കൗലെടുത്തു വെച്ചുകൊണ്ടാണ് ഇയാൾ ഈ പറഞ്ഞത്? എന്താണ് ഇയാൾ ഈ പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദിന് തൗഹീദ് കിട്ടിയിട്ടില്ല എങ്ങനെ? മുഹയ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന് തൗഹീദ് കിട്ടിയിട്ടില്ലേ മിസ്റ്റർ ശ്രീമാൻ കളരിക്കൽ യൂസുഫ്? ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഷെയ്ഖന്മാർക്കും ഉസ്താദുമാർക്കും തൗഹീദ് കിട്ടിയിട്ടില്ലേ മിസ്റ്റർ സൂഫിയാക്കാന്റെ മുഴുവൻ? മുഹയ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന് തൗഹീദ് ജിബ്രീൽ വേറെ കൊണ്ടുകൊടുത്തതാ ആണോ? വിഡ്ഢിത്തം വിളിച്ച് പറയുന്നത് സമസ്ത അംഗീകരിക്കണമെന്ന് പറയേ. മുഹയ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന് ജിബ്രീൽ അലൈഹിസ്സലാം തൗഹീദ് പുതിയൊരു തൗഹീദ് ഗിഫ്റ്റായിട്ട് കൊണ്ടുകൊടുക്കുക? എന്താണ് ഈ പറയുന്നത്? എന്താണ് ഈ വെച്ചരക്കുന്നത്? എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാ ത്വരീഖത്തിന്റെ പേരിൽ. നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു തആല നമ്മുടെ ആലിമീങ്ങളുടെ ദീർഘവീക്ഷണം, അവരുടെ കുശാഗ്ര ബുദ്ധി, അതിലപ്പുറം അവരുടെ തൗഫീഖ് അല്ലേ? അല്ലാഹു തആല ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി അവരെ തെരഞ്ഞെടുത്തതല്ലേ? ഇയാൾ അവന് തീരുമാനം എടുക്കുന്ന സമയത്ത് ഇയാൾ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതാ രസം. സമസ്ത കേരള ജമീയത്തുൽ ഉലമ തീരുമാനം എടുക്കുന്ന സമയത്ത് ഇയാൾ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇയാൾ ഇതൊക്കെ ഈ അടുത്ത് പറഞ്ഞതാ. സമസ്ത ഇനി നിങ്ങൾക്ക് വേറെ പ്രശ്നം കേൾക്കണോ? ഇയാൾ ഈ ആദ്യ വിഡ്ഢിത്തം വിളിച്ചു പോലുമ്പോ വലിയ താടിയും പച്ച തലയിക്കെട്ടും കെട്ടിയിട്ട് ഇവരെ പിന്നെ അഭിനവ ഖലീഫമാരുണ്ടല്ല, ഈ ഖലീഫമാരൊക്കെ ആ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. ഭയങ്കര ഗാഠമായ ചിന്തയിൽ ചില ആളുകൾ ഗാഠമായി ഇലാഹിലണ്ട് ലയിച്ചിട്ട് ദിക്റിങ്ങട്ട് ചൊല്ലി ഔറാദും ചെല്ലിയിട്ട് കളരിക്കൽ യൂസുഫ് ഖാന്റെ കയ്യിൽ കിട്ടിയ ദിക്റല്ലേ, ദിക്റ് കെട്ടി ചൊല്ലിയിട്ട് ഔറാദിന് ചൊല്ലിയിട്ട് ഇങ്ങനെ കശ്ഫിന്റെ ഹാലിലൊക്കെയാണ് ചില ആളുകളുള്ളത്. മഅരിഫത്തിന്റെ ദറജ കിട്ടിയ മാതിരി ലൗഹുൽ മഹ്ഫൂദൊക്കെ നോക്കണ മാതിരിയൊക്കെ ഓരോരുത്തരെ കണ്ണു പോണത്. സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്, ലൗഹുൽ മഹ്ഫൂദൊക്കെ നോക്കിയിരിക്കുക. ഇയാളെ ചെരിക്കുന്നിക്ക് പിടിച്ചിട്ട് ഇയാളോട് പറയണ്ടേ എന്ത് വിഡ്ഢിത്താ മനുഷ്യങ്ങൾ ഈ പറയണത്? അതല്ലേ മാന്യത? ഹക്കിനോട് ബാധ്യത ഉണ്ടെങ്കിൽ അത് ചെയ്യണ്ട്. ഹിജ്റ 470 ഇവിടെ തൗഹീദിന്റെ പാരമ്പര്യം പൂർണ്ണമായും നശിച്ചു എന്നാണ് ഇയാൾ പറയുന്നത്. കുറഞ്ഞു എന്നെല്ലാം നശിച്ചു പോയി പൂർണ്ണമായി. അപ്പൊ മുഹയ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു തൗഹീദ് എവിടെ കിട്ടി? പൊട്ടത്തരല്ലേ ആയി പറഞ്ഞത്. അപ്പൊ മുഹയ്യിദ്ദീൻ
റളിയല്ലാഹു അൻഹു മാതാപിതാക്കൾ ചെയ്ത് കാലം മറ്റു പോണോ? സുഹൃത്തുക്കൾ കേൾക്കുന്നുണ്ടോ? സുഹൃത്തുക്കൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. അപ്പോ ഇനി സുഹൃത്തുക്കളെ, ഞാൻ സമയം ഒരുപാട് അതിക്രമിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ മുഴുവൻ ക്ലിപ്പുകൾ ഉൾപ്പെടാൻ പറ്റിയില്ലെങ്കിൽ ഇൻഷാ അള്ളാ ഞാൻ പറഞ്ഞല്ലോ, ഈ ചർച്ച നമ്മൾ തുടരും. ഇനി കുത്തുബുസ്സമാൻ ഹിജറ 470 കാര്യം പറയാൻ അവിടെ നിൽക്കട്ടെ. കുത്തുബുസ്സമാന് വേറൊരു വർത്താനം കേൾക്കണം നിങ്ങൾക്ക്. എന്റെ പെങ്ങൾ ചെറുക്കന്മാർക്ക് അറിയുന്ന കാര്യം കൂടി ഇയാൾക്ക് അറിയില്ല. എന്റെ പെങ്ങൾ ചെറുക്കന്മാർക്ക് അറിയുന്ന കുട്ടികൾക്ക് അറിയുന്ന കാര്യം കൂടി ഇയാൾക്ക് അറിയില്ല. ഇയാളാണെങ്കിലോ കുത്തുബുസ്സമാനാണ്. ഞാൻ തെളിയിച്ചു തരാൻ പോവാണ്. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ടെക്സ്റ്റ് അടിച്ചാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നാ രൂപീകരിച്ചത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ച വർഷം ഏതാ? ഒന്ന് അടിച്ചാണ്, ഒന്ന് ടെക്സ്റ്റ് അടിച്ചാണ്. സമസ്ത കേരള ജമിയത്ത് 1926 എവിടെ 25 വർഷം ആലുവക്കാർ കൂടി ഉണ്ടോ? 26 അല്ലേ? അതിൽ ആരോ ഒരാൾ 25 അടിച്ചിട്ടുണ്ട്. അത് പിന്നെ കീബോർഡിന് പറ്റി പെശകായിരിക്കും എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. എന്താ ആലുവക്കാരാ 21 അടിക്കാത്തത്? നിന്റെ ശേഖ് പറഞ്ഞത് 21 ഉണ്ടാക്കിയെന്നാ. ആലുവക്കാരൻ ഇവിടെ ഇല്ലേ? ആലുവക്കാരൻ 21 ഉണ്ടാക്കിയെന്ന് ഇവിടെ പറയണ്ടേ? എന്താ അടിക്കാത്തത്? അപ്പൊ ഇയാൾക്ക് ദീനും അറിയില്ല, ചരിത്രം അറിയില്ല. ഏറ്റവും ചുരുങ്ങിയത് ആ കാലഘട്ടത്തിലുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ച വർഷം കേരളത്തിൽ അറിയാത്ത ആളുകള് ആരുണ്ടാവുക? ആരുണ്ടാവുക? കുത്തുബുസ്സമാൻ അതും കൂടി അറിയില്ല. ലൗഹുൽ മഹ്ഫൂദായിരിക്കും ചിന്തകൾ മുഴുവനെ. അർശില് നോക്കിയിരിക്കല്ലേ? അപ്പൊ അവിടെ സമസ്തന്റെ വർഷമൊന്നും കാണുന്നുണ്ടാവില്ല. കേട്ടോളി സുഹൃത്തുക്കളെ, ഞാൻ ആ ഭാഗമാണ് നിങ്ങളെ കേൾപ്പിക്കാൻ പോണത്. ക്ലിപ്പ് നമ്പർ 5. ആണോ അത് സ്വീകരിച്ചു? അത് ഇസ്ലാമിലല്ല. ഇസ്ലാമിനെ അക്കിര അന്വേഷിച്ച് അത് കിട്ടുന്നതാണ് നല്ലത്. അതിന്റെ തെളിവാണ് റസൂലുള്ളാഹി 14 ശൈഖന്മാരെ പറഞ്ഞിട്ടുള്ള നടക്കാറ്. 14ാമത്തെ ശൈഖിന്റെ അടുത്താണ് തൗഹീദ് കിട്ടിയത്. അപ്പോഴാണ് പീറാന പീറായത്. അപ്പൊ ഈ ജമാഅത്ത് കൗൺസിലും ജമാഅത്ത് കമ്മിറ്റിയും എന്തിനുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അത് ഇവിടുത്തെ പണ്ഡിതന്മാരുടെ സെറ്റപ്പിലാണ്. കാരണം അവർക്ക് കസേരപ്പുറത്തിരുന്ന രാജ്യത്തേക്ക് ജമാഅത്തിലുള്ള അറിയിപ്പോന്ന് അവിടെ ഇന്നതുപോലെ ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പോകല്ല, പൊഴിച്ചു പോകും, പറ്റ വയ്യാനും വിളിച്ചു. പണ്ഡിത നേതാവല്ലേ പറഞ്ഞത്. എന്നിട്ട് ഓടി വന്ന് നിങ്ങൾ കാര്യങ്ങളുടെ പണ്ഡിതം ഹസ്തീകളോടെ സംശയം ചോദിക്കുന്നത്. കാരണം ചോദിക്കുന്നത് കുഴപ്പമില്ല, ഹസ്തീക സത്യമായിരിക്കണം, പൂർവ്വമായ പണ്ഡിതരായിരിക്കണം, കരാറ് കുറിച്ച മുഴുവനായിരിക്കണം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് 1921 പട്ടികജാതി ഗവൺമെന്റ് 26 രംഗത്ത് വന്നു. അതായത് 1921 പട്ടികജാതി ഗവൺമെന്റ് 26 രംഗത്ത് വന്നു. ഈ 1921 രംഗത്ത് വന്നതിന് ശേഷം ഈ 1921 രംഗത്ത് വന്നതിന് ശേഷം ഇവിടെ അവര് പറയുന്നതിനെ വിട്ട് എന്തെങ്കിലും നീങ്ങിയിട്ടുണ്ടോ? ആരുണ്ട്. കാരണം എന്താ? അവര് പ്രസിഡന്റ് സുഹൃത്തുക്കൾ കേൾക്കുന്നുണ്ടോ? ഓക്കെ. എന്താ ഇയാൾ ഈ പറഞ്ഞത്? ഈ പണ്ഡിത സംഘടനകളൊക്കെ രൂപീകരിച്ചത് ഇവിടെ മൗലവിമാരുടെ സെറ്റപ്പിനാണ്, പണ്ഡിതന്മാരുടെ സെറ്റപ്പിനെ. ഇയാൾക്ക് വല്ലതും അറിയോ? എന്തിനാണ് സുഹൃത്തുക്കളെ ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിയത്? ആരാണ് സമസ്തയെ ഉണ്ടാക്കിയത്? എന്തായിരുന്നു ഇതിന്റെ ലക്ഷ്യം? ഇത് സമസ്തയെ അറിയുന്ന, ചരിത്രം അറിയുന്ന
ഏതൊരു സാധാരണക്കാരൻ അറിയുന്ന യാഥാർത്ഥ്യല്ലേ? ഇവിടെ വഹാബികൾ വഹാബിയത്തിലേക്ക് ജനങ്ങളെ റിക്രൂട്ട് ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ സമസ്തയുടെ ആലിമികൾ, ആ കാലഘട്ടത്തിലുള്ള സമുന്നതരായ പണ്ഡിതന്മാർ അതിനെതിരെ ജാഗരൂകരായി സടകുടഞ്ഞെഴുന്നേറ്റതിന്റെ ആ പ്രതിഫലനമാണ്, അല്ലെങ്കിൽ ആ ആന്തോളനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത്. അതല്ലേ? ഇതാർക്കാ അറിയാത്തത്? ഇത് ആലിമീങ്ങളെ സെറ്റപ്പിനുണ്ടാക്കിയ എന്റെ CH ഹൈദ്രോസ് മുസ്ലിയാർ, അല്ലാഹു തആല അദ്ദേഹത്തിന് ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. എന്ത് സെറ്റപ്പാണ് ആ മഹാൻ സമസ്ത കൊണ്ടുണ്ടാക്കിയത്? പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ത് സെറ്റപ്പ് ഉണ്ടാക്കി? കളരിക്കൽ യൂസുഫ് ഒരുപാട് സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ വല്ല സെറ്റപ്പും ഞങ്ങൾ ആലിമീങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി തങ്ങൾ എന്ത് സെറ്റപ്പ് ഉണ്ടാക്കിയത്? സമ്പന്നനായിരുന്ന ഞങ്ങളുടെ വന്യരായ നേതാവ് ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി തങ്ങൾ, അദ്ദേഹം വഫാത്താകുന്ന സമയത്ത് ഫക്കീറായിട്ടാണ് അദ്ദേഹം ലോകത്തോട് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിന്റെ സമ്പത്ത് കളരിക്കൽ യൂസുഫിനെ പോലെ യാത്ര ചെയ്ത് തുലച്ചതല്ല, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എണ്ണിക്കൊടുത്തത് അദ്ദേഹത്തിന്റെ സമ്പത്ത് അദ്ദേഹം മുഴുവൻ പ്രാസ്ഥാനികമായി സമസ്തയ്ക്ക് വേണ്ടി വിനിയോഗിച്ചതാണ്. എന്നിട്ട് സെറ്റപ്പ് ഉണ്ടാക്കുക. എന്ത് സെറ്റപ്പ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇല്ലായിരുന്നുവെങ്കിൽ സൂഫിയാക്കാരെ വരുന്നുണ്ടോ? ദീനറിയോ? കിതാബ് ഓരോ ചാൻസ് കിട്ടുവോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇല്ലായിരുന്നുവെങ്കിൽ കളരിക്കൽ യൂസുഫ് സാഹിബുണ്ടോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇന്നീ കാണുന്ന ദീനി വൈജ്ഞാനികമായ വിപ്ലവങ്ങൾ കാണാൻ സാധിക്കുമോ? ആർക്ക് സാധിക്കും? കൂടെണ്ടല്ലോ കുറെ പാതി ഹുദവികൾ, അല്ലേ? വി ആയിട്ടില്ല, ഹൂ ആയിട്ട് നടക്കുകയാണ്. ഹൂ ആരാന്നറിയാതെ നടക്കാന്നിട്ട് ദവിയാകാൻ കാത്തിരുന്നില്ല. ഇപ്പൊ വെറും ഹൂ മാത്രമാണ്. ആരാന്ന് ആർക്കും അറിയില്ല. അങ്ങനത്തെ കുറെ ആളുകളുണ്ടല്ലോ. ആ മുറി വൈദ്യന്മാരെയെങ്കിലും നിങ്ങൾക്ക് കിട്ടിയത് സമസ്ത കേരള ജംഇയ്യത്ത് കൊണ്ടായിട്ടാ. സെറ്റപ്പ് പണ്ഡിതന്മാർക്ക് ഉണ്ടാക്കാനാ? അദാവത്തുണ്ടെന്ന് കരുതിയിട്ട് ആരോപണങ്ങൾ പറയരുത്. അതാണ് ബഹുമാനപ്പെട്ട അബുൽ ഖാസിം നസ്റാബാദി തങ്ങൾ പറഞ്ഞത്. ഈ ആദി തോന്നിവാസങ്ങൾ വിളിച്ചു പറയുന്ന ആളുകൾ ഔലിയാക്കളാണെന്ന് പറഞ്ഞു വരികയും തോന്നിവാസം വിളിച്ചു പറയുകയും സ്വന്തം തെവീലാത്ത് നടത്തുകയും ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ അടുത്തു പോകരുത് എന്ന് ബഹുമാനപ്പെട്ടവർ പറയാൻ കാരണതാ. ഞാൻ ആദ്യം ആ ഇബാറത്തുകൾ വായിക്കാനുള്ള കാരണം ഇത്യാദി ക്ലിപ്പുകൾ വഴിയെ വരാനുണ്ട് എന്നതുകൊണ്ടാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി ഇയാൾ പറഞ്ഞ രസകരമായ സംഭവം 1926 പണ്ഡിത സഭയ്ക്ക് രൂപം കൊണ്ട് 1926 രംഗത്ത് വന്ന്, എന്നിട്ട് പിന്നെ 1921 രംഗത്ത് വന്ന ഈ സമസ്ത എന്ന് പറഞ്ഞ സംഘടന, ഇത് ഇവിടെ വന്നതിന് ശേഷം ഇത് പറഞ്ഞത് മാത്രമല്ലേ ആൾക്കാർ കേട്ടിട്ടുള്ളൂ? അവർ പറഞ്ഞതിന് അപ്പുറം ആൾക്കാർ പോയിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ചെയ്യൂല. കാരണം എന്താ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പൊതുജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 15-ാം വയസ്സിൽ നാട് വിട്ട് ഉത്തരേന്ത്യയിൽ കൂടെ എങ്ങനെയോ ജീവിച്ച് തിരിച്ചു വന്ന ഒരാൾക്ക് സമസ്തന് അറിഞ്ഞോളുന്നില്ല. അതൊക്കെ വരുന്ന വിത്തുകളാണ്. ഇയാളെ കിതാബൂരിയ കഥയൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇയാൾ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു തരുന്നില്ല. ഇയാളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. കിതാബൂരി ആര് മുതബഹിർ അല്ലേ? എന്തൊക്കെയോ അവർ പറയുന്നത് മുതബഹിറാണ്. ഇങ്ങോട്ട് വരി, ഇൽമുള്ള ആൾക്കാരൻ വരി, ഷെയ്ഖുനാനായിട്ട് സംസാരിക്കാൻ ചങ്കൂറ്റുള്ളവർ വരി. നമ്മളെ ക്ലാസ് റൂമിൽ പലരും വരാറുണ്ട് അല്ലേ? എല്ലാരും ഞാൻ ആക്ഷേപിക്കുന്നില്ല. എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത കുറെ പാവങ്ങൾ വരാറുണ്ട്. അവരോട് എത്ര സമയം വേണമെങ്കിലും സംസാരിച്ചാലും അവർക്ക് മനസ്സിലാവില്ല. കാരണം അവർക്ക് അറിയില്ല. അങ്ങനെ ഈ സാധുവിനോട് സംസാരിച്ചാൽ കുറെ നേരം സംസാരിച്ചിറങ്ങിപ്പോന്നാൽ എന്താ പ്രചരിപ്പിക്കാന്നറിയോ? മണിക്കൂറുകളോളം ചർച്ച നടത്തി. എത്ര ആലിമീങ്ങൾ! അത് പറയപ്പുറത്ത് വേറെ അതിനും വലിയ സുഫാക്കൾ വേറണ്ടേ? അപ്പൊ അതിനുവേണ്ടി വലുതാകാൻ വേണ്ടിയിട്ട് സമസ്തന്റെ ആലിമീങ്ങൾ ഇങ്ങോട്ട് വന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തിനാണ് സമസ്തന്റെ ആലിമീങ്ങൾ അങ്ങോട്ട്? ഞാൻ ആലോചിക്കുന്നതല്ല സുഹൃത്തുക്കളെ, ഈ പ്രസംഗം ചുരുങ്ങിയത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോഴെങ്കിലും നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കണ്ടേ ഇതൊക്കെ പുറത്തു പോകുന്നുള്ളത്? അപ്പോഴെങ്കിലും ആലോചിക്കണ്ടേ? എന്ത് ഷെയ്ഖ് മുരീദുകള്, ഒരാദരവുമില്ല ഷെയ്ഖിനോട്. ഷെയ്ഖിനെ വഷളാക്കാൻ കുറെ മുരീദന്മാരും. സുഹൃത്തുക്കളെ, 921 അത്ര സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പ്രവർത്തനം തുടങ്ങിയത്, രംഗത്ത് വന്നത്. അതുപോലും അറിയാത്ത ഒരു മഹാപാവം ഇയാളാണത്ര ഖുതുബുസ്സമാൻ. ഇരിക്കട്ടെ, അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം.
മൂപ്പര് 921 സമസ്ത ഉണ്ടായിരുന്നു. മൂപ്പര് പറഞ്ഞിക്കണോ? എന്നാൽ നമ്മളെ സമ്മതിച്ചു കൊടുക്കണം. കാരണം എന്താ? കുത്തുബു സമാനല്ലേ. അതിനെതിരെ മിണ്ടിയാവോ സമസ്തന്റെ ആരുമീങ്ങളെ ചീത്ത പറയും. തൽക്കാലം ഞങ്ങളതിന് കിട്ടൂല, കാരണം ഞങ്ങൾ അന്വേഷണങ്ങള്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് രസകരമായ മറ്റൊരു ക്ലിപ്പാണ്. ഈ പാവം ഇയാൾ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുമ്പോഴും നിങ്ങൾക്കാർക്കെങ്കിലും ആശ്ചര്യം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ആ സാധു അയാളുടെ യഥാർത്ഥ ചിത്രം മൂപ്പരെന്നെ പറഞ്ഞിട്ടുണ്ട്. മൂപ്പരെ കൂടെ നമുക്കത് പറയിപ്പിക്കാം. മൂപ്പര് പറയട്ടെ ഇൻഷാ അല്ലാഹ്. ഒരു മിനിറ്റ്. ക്ലിപ്പ് നമ്പർ 8 ഇൻഷാ അല്ലാഹ്. മൂപ്പര് പറയട്ടെ. ശേഖന്മാരാകട്ടെ. കാരണം അത് സംഗതി കറാറ് കൊടുക്കാൻ പറഞ്ഞപ്പോ 23 കിട്ടിയപ്പോ അത് കൊടുക്കാൻ പിന്നെയാണത്. അങ്ങനെ ആറേഴ് ശേഖന്മാരെ പഠിക്കട്ടെ എന്നുള്ള വേറെ ഒന്നുമില്ല. പക്ഷെ ഓതി രണ്ടുപേരും എടുത്തത് ഇന്നേ കാലത്ത് നമ്മൾ ഇവിടുന്ന് പോകുമ്പോ ഉണ്ട തീർത്ത് തുറത്തുമ്പോട്ട് 15 വയസ്സിൽ ഞാൻ പോകുമ്പോഴേക്ക് ബാഗ് തുറന്ന സമയത്ത് തീർത്തുമ്പോൾ ആകെ 3 മാസം 3 വയസ്സ് 3 മാസം കഴിഞ്ഞാൽ ഇവിടുന്ന് പോയിട്ട് ഇവിടെ 10 കഴിഞ്ഞാണ് തുറത്തിലേക്ക് പറയും. തുർത്തേടിക്ക് പറ്റുന്നതാണ്. നമ്മൾ 10 എന്താ ചെയ്യുന്നത് ആർക്കും മനസ്സിലായില്ല. അറിയണവർ ചെല്ലുണ്ടെങ്കിൽ അത് പുറത്ത് പറയാൻ തോന്നുന്നു. അപ്പൊ ഈ മാനസിക പ്രശ്നം എല്ലാം ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ വിഷു പേരിട്ട് മുമ്പില് ഞാനെന്റെ 16 വയസ്സിന് ശേഷം ഇതിന് പേരെടുത്ത ഒരാൾ വിളിച്ചാൽ ഓർമ്മ എനിക്കല്ല. ഇതാണ് 17 വയസ്സിൽ സുൽത്താൻ ഡിഗ്രി പേര് ഇദ്ദേഹം 23 ശേഷം നമുക്ക് കിട്ടിയില്ല. പിന്നെ സ്വന്തം നാട്ടിലേക്ക് വന്നു കേട്ടാ ശരിക്കും മാനസിക പ്രശ്നം എല്ലാവരും ശാരീരികമാണ്. ഈ വയസ്സിൽ വലിയ ഈ പറഞ്ഞിട്ട് ഇവര് പറയണ രായില്ല മതി. കാരണം ഞാനെന്റെ ചെറുപ്പത്തിൽ പറയാനും പറയുന്നത് വലിയമാലി എപ്പോഴും സ്ഥാനം പെട്ടില്ല. എപ്പോഴും പറയും അതാവുമ്പോൾ അത്രപ്പെടാതെ ഇത്ര ലോകത്തിൽ നോക്കായി നമ്മളെ ഒക്കെയാകും. കാരണം മസാല ആയില്ലാന്ന് പറഞ്ഞാൽ നമ്മുടെ 10 സർവീസത്തിൽ മകളുടെ വഴിയിലെ കത്തിവാണ് ഇപ്പൊ മരിച്ചാൽ നമ്മൾ ആലപ്പാട് നാട്ടിൽ മുമ്പെടുത്ത് മാത്രമേ ഓടിയിട്ടുള്ളൂ. പിന്നെ അത് നടക്കില്ല. നമുക്ക് 100 സ്ഥാപന്മാരല്ല, ഒരു സ്ഥലം ചെയ്യുന്നില്ല. ശേഖന്മാരാകട്ടെ. കാരണം അത് സംഗതി കറാറ് കൊടുക്കാൻ പറഞ്ഞപ്പോ 23 കിട്ടിയപ്പോ അത് കൊടുക്കാൻ പിന്നെയാണത്. അങ്ങനെ ആറേഴ് ശേഖന്മാരെ പഠിക്കട്ടെ എന്നുള്ള വേറെ ഒന്നുമില്ല. പക്ഷെ ഓതി രണ്ടുപേരും എടുത്തത് ഇന്നേ കാലത്ത് നമ്മൾ ഇവിടുന്ന് പോകുമ്പോ ഉണ്ട തീർത്ത് തുറത്തുമ്പോട്ട് 15 വയസ്സിൽ ഞാൻ പോകുമ്പോഴേക്ക് ബാഗ് തുറന്ന സമയത്ത് തീർത്തുമ്പോൾ ആകെ 3 മാസം 3 വയസ്സ് 3 മാസം കഴിഞ്ഞാൽ ഇവിടുന്ന് പോയിട്ട് ഇവിടെ 10 കഴിഞ്ഞാണ് തുർത്തിലേക്ക് പറയും. തുർത്തേടിക്ക് പറ്റുന്നതാണ്. നമ്മൾ 10 എന്താ ചെയ്യുന്നത് ആർക്കും മനസ്സിലായില്ല. അറിയണവർ ചെല്ലുണ്ടെങ്കിൽ അത് പുറത്ത് പറയാൻ തോന്നുന്നു. അപ്പൊ ഈ മാനസിക പ്രശ്നം എല്ലാം ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ വിഷു പേരിട്ട് മുമ്പില് ഞാനെന്റെ 16 വയസ്സിന് ശേഷം ഇതിന് പേരെടുത്ത ഒരാൾ വിളിച്ചാൽ ഓർമ്മ എനിക്കല്ല. ഇതാണ് 17 വയസ്സിൽ സുൽത്താൻ ഡിഗ്രി പേര് ഇദ്ദേഹം 23 ശേഷം നമുക്ക് കിട്ടിയില്ല. പിന്നെ സ്വന്തം നാട്ടിലേക്ക് വന്നു കേട്ടാ ശരിക്കും മാനസിക പ്രശ്നം എല്ലാവരും ശാരീരികമാണ്. ഈ വയസ്സിൽ വലിയ ഈ പറഞ്ഞിട്ട് ഇവര് പറയണ രായില്ല. സുഹൃത്തുക്കളെ കേൾക്കുന്നുണ്ടാ? കേൾക്കുന്നത് ക്ലിയർ കുറവുണ്ടത്. ഇയാളെ വോയിസ് വളരെ ക്ലിയർ ആണ്. എത്രമാത്രം ക്ലാരിറ്റിന്റെ നേരങ്ങൾ ചാനലുകാർക്ക് പോലും അത്ര ക്ലാരിറ്റിയില് ന്യൂസ് പോലും പിടിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു. ആ ജാതി ക്ലാരിറ്റിയാ. എന്താ ചെയ്യാ, നാവ് കഴിഞ്ഞു പോയിട്ടുണ്ട്. 15-ാം വയസ്സിൽ നാട് വിട്ടതല്ലേ. 17 കൊല്ലം കഴിഞ്ഞിട്ടാ പിന്നെ നാട്ടിലേക്ക് തിരിച്ചിരുന്നത്. നാവ് കൊയിലേ, ആർക്കാരും കൊയി. സുഹൃത്തുക്കളെ, ഇയാളെ ഈ പറഞ്ഞെന്താ അറിയോ? ഇയാളെ നാട്ടിലുള്ള ഒരു ഫരീദ് മുസ്ലിയാർ എന്ന് പറഞ്ഞ ആളെടുത്താണ് ഇയാൾ ഓതിക്കുന്നത്.
അവിടുന്ന് ഏകദേശം 3 മാസത്തോളം ഞാൻ ശരിക്കും പറയാ, നമുക്ക് ഇവിടെ നാവ് കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ 15-ാം വയസ്സിൽ ഉത്തരേന്ത്യക്ക് നാട് വിട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നാട് കഴിഞ്ഞിട്ടില്ല നാവ്. പിന്നെ സുഹൃത്തുക്കളെ, ഇയാള് ഫരീദ് ഓതിയർ എന്ന് പറഞ്ഞ ആളാണ്. ഫരീദ് മുസ്ലിയാരാണ് ഇയാൾ ആകെ ഉസ്താദ്. 3 മാസമാണ് മൂപ്പരോട് ഓതിയത്. ഉന്ത ആണ് മൂപ്പർ ഓതിയത്. ഉന്ത ചെന്നൈക്ക് തന്നെ ഒരു മനുഷ്യൻ ഉന്തോതെന്ന് പറഞ്ഞാൽ ആ സാധുവിനെ ഉസ്താദ് എങ്ങനെ കണക്കാക്കിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നെഹവ് തുടങ്ങിയപ്പോ പിന്നെ ഞമ്മ അവിടുന്ന് വിട്ടുകയാണ്. അവൻ നെഹവ് ഞാൻ ഓതിയിട്ടില്ല. അതുകൊണ്ടാണ് എത്തിലബൊക്കെ പറയണതേ. അതുകൊണ്ടാണ് ഫർലുൽ ഇൻസാനും എത്തിലബു എന്നൊക്കെ വായിച്ചത്. നെഹവ് തുടങ്ങിയിട്ട് പോലും ഇല്ല. ആയിക്കോട്ടെ. എന്നിട്ട് ഇയാൾ 15-ാം വയസ്സിലാണ് ഇയാൾ നാട് വിടുന്നത്. നേരത്തെ ഇയാൾ പറയും ചെയ്തു, ഈ ക്ലിപ്പ് തന്നെ പറഞ്ഞല്ലോ, ഞമ്മക്കാകെ ഒരു ഉസ്താദും ഒരു ഷെയ്ഖുവേ ഉള്ളൂ. സൂഫിയാക്കാനം വരുമോ കേൾക്കുന്നുണ്ടതൊക്കെ? അബ്ബാസ് പൈസി വൈക്കടവേ, അതാണ് സൂഫിയാക്കാനം വരുമെന്ന് ഞാൻ പറഞ്ഞു. മൂപ്പർക്ക് അങ്ങനെ പറയാനേക്കാൻ ഇഷ്ടം. പഴയ വരുവാന് ഇപ്പത്തല്ല. ഏതായാലും സുഹൃത്തുക്കളെ, ഇവിടെ നിങ്ങൾ നോക്ക്, ഇയാളെന്നെ പറയാനുണ്ട്, ഞമ്മളെ ആകെ ഒരു ഉസ്താദും ഒരു ഷെയ്ഖും നമുക്കുള്ളൂ. അയാളെടുത്ത് 3 മാസം വൃന്ദ 3 മാസം കൊണ്ട് എവിടെ ഓതും കേട്ടോടി. എന്നിട്ട് ഇയാൾ അവിടെ നിന്ന് നാട് വിടുകയാണ്. 15-ാം വയസ്സിൽ നാട് വിടുകയാണ്. നാട് വിട്ടിട്ടോ മൂപ്പര് 17 വർഷം നമ്മൾ എന്താണ് ചെയ്തതെന്ന് ആൾക്കാർക്ക് നാട്ടുകാർക്ക് അറിയില്ല. നാട്ടുകാർക്ക് അറിഞ്ഞാൽ നാട്ടുകാർ എന്നോ നാട്ടിനി. അറിയുന്ന ആൾക്കാരോട്ട് പറഞ്ഞതുമില്ല. പറയാൻ കൊള്ളണല്ലേ പറയുള്ളൂ. അതിന് അല്ലെ അറിയുന്ന ആളുകളോട്ട് പറഞ്ഞതുമില്ല. അതിനുള്ള മറുപടി പറയാൻ പറ്റുന്നതല്ലേ പറയുള്ളൂ. വെറുതെ അങ്ങനെ പറയാൻ പറ്റുമോ? ഒരു മനുഷ്യൻ ഇയാൾ അവിടെ അങ്ങനെ ഇയാൾ ഇവിടെ അങ്ങനെ എന്ന് പറയാൻ പറ്റുമോ? മോശമല്ലേ? ഇയാളെ ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉള്ളതല്ലേ, ജീവിച്ചു പോയിക്കോട്ടെ എന്ന് കരുതി പറഞ്ഞിട്ടുണ്ടാവില്ല. ഇയാളോ 17 കൊല്ലം കഴിഞ്ഞിട്ട് ഇയാള് തിരിച്ചു വന്നപ്പോ ഇയാളെ കാര്യമായ പരാതി എന്താ? നാട്ടുകാരൊക്കെ എന്നെ യൂസുഫേ എന്ന് വിളിച്ചിട്ട് എനിക്കത് വലിയ വിഷമമായി. കാരണം 17-ാം വയസ്സിൽ സുൽത്താൻ ബാവ പട്ടം കിട്ടിയിട്ടുണ്ട് എനിക്ക്. അത് ഏത് പട്ടാണ്? എന്റെ സൂഫിയാക്കാരന്റെ വരുവനെ അല്ല, സുൽത്താൻ ബാവ പട്ടം എന്ന് പറഞ്ഞ പട്ടം എവിടുന്ന് കിട്ടുക ഒന്ന് പറഞ്ഞുതരുമോ? അറിയാനുള്ളൊരു താല്പര്യമുണ്ട്. സുൽത്താൻ ബാവ സുൽത്താൻ ബാവ പട്ടം കിട്ടി എന്ന് 17-ാം വയസ്സില്. എന്നിട്ട് ഈ സുൽത്താൻ ബാവ പട്ടം ഏറ്റിക്കാണ്ടാണ് ഇവര് 23-ാം വയസ്സിൽ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. 15-ാം വയസ്സിൽ നിന്ന് വിട്ടതല്ലേ? 15-ാം വയസ്സിൽ നിന്ന് വിട്ടിട്ട് 17 കൊല്ലം കഴിഞ്ഞിട്ടാണല്ലേ? 17 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വരിക. സുൽത്താൻ ബാവ പട്ടം ഏറ്റിട്ട് അവര് നാട്ടുകാർക്ക് ഇയാള് സുൽത്താൻ ബാവയെന്ന് അറിയോ? നാട്ടുകാർ യൂസുഫക്കാരും, ചില ആൾക്കാർ യൂസുഫേ എന്ന് പറയും. മനസ്സിലായോ? യൂസുഫേ എന്ന് പറയും. അപ്പൊ യൂസുഫേ എന്ന് വിളിച്ചിട്ട് എനിക്കത് ഭയങ്കര വിഷമമായി. കാരണം എന്താ? സുൽത്താനേന്ന് വിളിക്കാഞ്ഞിട്ട് എനിക്ക് വിഷമായി. മാനസികമുള്ള വിഷമം എല്ലാവർക്കും ഉണ്ടാവും, മാനസിക വിഷമം എല്ലാവർക്കും ഉണ്ടാവും, ഷാഫി ഇമാമിനുണ്ടാവും. ഈ ഹംക്ക് കാക്ക ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെയാണ് ഇയാളെ കൂട്ടി പറയുന്നത്. ഇയാൾ ആരാണ് ഇയാളെ വിചാരം? ഷാഫി ഇമാമ് ഇയാളെ പോലെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പേര് വിളിച്ച ആളുകളെ കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടോ? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഇയാളെ പോലെ മാനസിക രോഗിയായിരുന്നോ? എന്താ ഇയാൾ ഈ പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ഇവിടെ ഓരോരുത്തർക്കും ഓരോ ഐഡി ഉണ്ടല്ലോ അല്ലെ? എന്റെ പേരാണ് ഞാനിവിടെ ഐഡി വെച്ചിട്ടുള്ളത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഐഡി ഉണ്ട്. ഈ ഐഡിയിലാണ് നമ്മൾ പല പേരുകൾ വിളിക്കാറുള്ളത് അല്ലേ സുഹൃത്തുക്കളെ? ഏതൊരു മനുഷ്യനും സ്വന്തം ഉമ്മയും വാപ്പിയിട്ട പേര് വിളിക്കണില് ഇസ്സത്തല്ലേ തോന്നുള്ളൂ. ഇരട്ടപ്പേര് വിളിക്കുമ്പോ ചിലപ്പോ അല്ലേ കോങ്ങണ്ണൻ അലവി, തടിയൻ നസീർ, തടിയന്റെ അവിടെ നസീർ, ഇതൊക്കെ വിളിക്കുമ്പോ ചിലപ്പോ ഇടങ്ങേറുണ്ടാവുമെന്ന് കരുതാം. പക്ഷെ പേര് വിളിക്കുമ്പോ ഒരു മനുഷ്യന് ടെൻഷൻ വരാനെന്താ? സ്വന്തം ഉമ്മയും വാപ്പിയിട്ട പേര്, അതന്നെ യൂസുഫ് എന്ന് പറഞ്ഞ നല്ലൊരു പേര്, എന്തായാലും ഇത്ര ടെൻഷൻ. എന്നിട്ട് ഇയാള് പറയാ എനിക്കത് ഭയങ്കര വിഷമമായി. എന്ത്? യൂസുഫേ എന്ന് വിളിക്കുന്നത് എനിക്ക് ഭയങ്കര വിഷമമായി. നമ്മൾ 23-ാം വയസ്സ് മുതൽ യൂസുഫേ എന്നുള്ള പേരിന് ആരും വിളിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? വല്ല ബോസിനൊക്കെ കാര്യം വിളിച്ചിട്ടുണ്ടായ ഉത്തരേന്ത്യയിലല്ലായിരുന്നോ? ബോസ് അങ്ങനെയൊക്കെ വിളിച്ചിട്ടുണ്ടാവും, ചിലപ്പോ പേര് വിളിച്ചിട്ടുണ്ടാവില്ല. അല്ലേ സുഹൃത്തുക്കളെ? അപ്പോ ഇതാണ് ഇയാളെ നിലവാരം. ഞാൻ ഇയാൾ കുത്തുബുസ്സമാനല്ലേ, നിലവാരം ഒന്ന് കാണിച്ചു തന്നതാണ്. സോറി. ഓക്കെ. ഇനി സുഹൃത്തുക്കളെ, ഇയാൾ ഓരോ സംസാരങ്ങളും ക്ലിപ്പാണ്. അതായത് ഇയാൾ മുൻപേ ക്ലിപ്പാണ്. നമ്മൾ ഇയാളെ പിന്നാലെ കൂടാത്തോണ്ടല്ലേ? ഇയാളൊരു ശൈ അല്ലാത്തത് കൊണ്ട് ഇയാൾ പിന്നാലെ കൂടാറുള്ളതാണ്. അല്ലാതെ ഇയാൾ പേടിച്ചിട്ട് പിന്നാലെ കൂടാത്തതല്ല.
ഇയാൾ പിന്നാലെ കൂടാൻ വേണ്ടേ? കാലും കുഴഞ്ഞിരിക്കുന്ന ഒരാള് രണ്ടു വാരം കുഴഞ്ഞ ഒരുത്തൻ തോന്നിയാസം ചെയ്യാൻ ഇരുന്നോർത്തിരുന്നുണ്ട് ഓന്റെ പിന്നാലെ ആരെങ്കിലും ഓടുവോ? വല്ലാതെ അടങ്ങാറാക്കുമ്പോ കോളറിന് പിടിച്ചിട്ട് ഒന്നും മാറ്റിയിരുത്തുന്നല്ലാതെ ആ പണി എപ്പോ നമ്മൾ ചെയ്യണത്? ഞങ്ങൾ പിന്നാലെ കൂടിയിട്ടില്ലായിരുന്നു. അയാൾക്ക് രണ്ടു കാലും കുഴഞ്ഞ് കിടക്കുകയാണ്. എന്നിട്ട് ഇരുന്നോർത്തിരുന്നാണ് പിന്നെയും വിക്രസ് കളിക്കുക. അങ്ങനെ ചെയ്തപ്പോ ഇത് രൂക്ഷമായപ്പോ ഞങ്ങൾ തൽക്കാലം കോളറെ പിടിച്ചിട്ട് ചെവിക്കുനി കൂടി കൂട്ടി പിടിച്ചിട്ട് അവിടെ മാറ്റിയിരുത്തുകയാണ്. ഇനി അളകിയാൽ അവിടുന്ന് മാറ്റിയിരുത്തും ഇൻഷാ അല്ലാഹ്. സുഹൃത്തുക്കളെ, ഇനി നമ്മൾ 9ാമത്തെ ക്ലിപ്പിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇതിലെന്താ പറയുന്നത് അറിയോ? ഞാൻ ചോദിക്കട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു മനുഷ്യന്റെ അവസാനം, ഞാൻ ചോദിക്കട്ടെ, 200-ലധികം ഐഡികൾ നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്, റേഡിയോയിൽ വേറെയുണ്ട്. ചിലപ്പോ എന്റെ സൂത്യാക്കാരന്റെ പഴയ മരുവനും റേഡിയോയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മരുവനും കേട്ടോളി. ഒരു മനുഷ്യൻ അവസാനത്തെ വാചകം, നമ്മളൊക്കെ അവസാനത്തെ വാക്ക് എന്താകണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ഒന്ന് ടെക്സ്റ്റ് അടിച്ചാണ് സുഹൃത്തുക്കളെ. അവസാനം നമ്മുടെ വായിന്ന് വരുന്ന വാക്ക് എന്താവണം? ഒന്ന് ടെക്സ്റ്റ് അടിച്ചാണ്. എന്താ ആവേണ്ടത്? നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമത്തു തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വഫഖനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു അല്ലാഹുമ്മ ഇജ്അൽ ആഖിറ കലാമിനാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ അഹ്ലുകാരുടെയും അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹയായി ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാഹ്. ഇത് നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മൾ ദുആ ചെയ്യുന്നു, നമ്മൾ അതിനുവേണ്ടി കൊതിക്കുന്നു. എന്നാ കേട്ടോളി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ നിങ്ങൾ അയാളെ കുറിച്ച് മുസ്ലിം എന്നാണോ കാഫിർ എന്നാണോ വിധിയെഴുതുക? ഒന്ന് ടെക്സ്റ്റ് അടിച്ചാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ പറഞ്ഞാൽ അയാളെ കുറിച്ച് നിങ്ങൾ മുസ്ലിം എന്നാണോ പറയാ, കാഫിർ എന്നാണോ പറയാ? മുസ്ലിം എന്നാണ് പറയാ. എന്താ ആരോഗ്യക്കാരാ ഈ കാഫിർ നടിക്കാത്തത്? നിന്റെ ശേഖ് പറയുന്നു അവൻ കാഫിറാണെന്ന്. ഇവിടെ ആരോഗ്യക്കാരില്ലേ? ഉണ്ടാവുമല്ലോ. കാഫിർ നടിക്കാൻ കഴിയില്ലല്ലേ? ഖുത്ബുസ്സമാൻ പറഞ്ഞതാണ് കാഫിർ എന്നാ പറയേണ്ടത്. കേട്ടോളി സുഹൃത്തുക്കളെ, ആ ക്ലിപ്പാണ് ഞാൻ ഇവിടെ വെക്കാൻ പോകുന്നത്. ഇനി കേട്ടോളി. മാത്രല്ല, ഏറ്റവും വലിയൊരു അബദ്ധമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ പറഞ്ഞാൽ അവന്റെ പ്രവാചകൻ, അവന്റെ നബി ഇബ്ലീസാണ് എന്ന് ഞാൻ പറഞ്ഞ ഞങ്ങൾ ഇന്നെന്താ ചെയ്യും? വെച്ചക്കും നിങ്ങൾ ഭൂമിയിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നോണ്ട് നബി ഇബ്ലീസാണ് ഞാൻ അത് പറഞ്ഞാൽ അപ്പൊ അമീർ സാഹിബിന്റെ പിന്നെ ബൗൺസ് ചെയ്യൂലേ? ബൈലക്സിൽ ഓൺലൈനിൽ ചേകനൂരുകൾക്കുണ്ട് ഇവിടെ റൂമില്ലേ? അല്ല, ചേകനൂരുകൾക്കുണ്ട് ഇവിടെ റൂം. ഇതുണ്ടോന്ന് അറിയില്ല. അവിടെ വരെ എന്നെ കയറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നോന്റെ നബി ഷെയ്ത്താനാണ്, ഇബ്ലീസാണ് എന്ന് ഞാൻ പറഞ്ഞാൽ, എന്നാ കളരിക്കൽ യൂസുഫ് ഖാൻ പറയാണ്, ഹായിൻ പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഓന്റെ നബി ഇബ്ലീസാണ്. മഅദല്ലാഹ്. ഈ ശർറിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഇയാൾ എന്നിട്ട് ഇതിന് സമസ്ത സപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് സമസ്ത അതിന് സപ്പോർട്ട് ചെയ്യാത്തതിന് കുശുമ്പ് മൂത്ത് ദേഷ്യം പിടിച്ച് കള്ള് കുടിച്ച കൊരങ്ങനെ തേള് കുത്തിയ ദേഷ്യത്തില് കേരളത്തിൽ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ചുണ്ടും കുറിപ്പിച്ച് വിറപ്പിച്ച് നടക്കുക അല്ലേ? കേട്ടിട്ടില്ല ഇവരുടെ വായാടിത്തരങ്ങള് സമസ്തയുടെ ആര്യങ്ങൾക്കെതിരെ? ഈ ആര് തോന്നിയാസങ്ങൾ സമസ്ത സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം, എസ് മൂടി കൊടുക്കണം. കേട്ടോളി നിങ്ങള്. ക്ലിപ്പ് നമ്പർ 9. ഒരു ഠിക്കാനില്ലാത്ത സ്ഥലത്താണ് ഉള്ളത്. അപ്പൊ അതാണ് അവർ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ സ്വയം മനസ്സിലാക്കണം, നമ്മൾ ആയിരായില്ലാതെ പറഞ്ഞാൽ ആരാവും? അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉമ്മത്തിലാവോ? ആവില്ല. സുഖമുള്ളതാണല്ലോ ഉമ്മത്തിയാവോ? മംഗാളരായില്ലാതെ അല്പം മുഖത്തിൽ ഇല്ലാത്ത പ്രേരിക്കുമ്പോഴോ കാവിലെന്ന് അധീക്ഷിച്ചു. അതായത് ഒരു മനുഷ്യൻ 1000 പ്രാവശ്യം ലായിലായില്ലാന്ന് നടന്ന് ഉച്ചയിൽ പള്ളികളിൽ ചെന്നിട്ട് പക്ഷെ മുനാഫിക്കാണ്, അവരുടെ കാവറാണ്, പക്ഷെ ലായിലായില്ലാതെ ഇല്ലാതെ താക്കിക്കും കാവർ, താക്കിക്കില്ലാത്തതുകൊണ്ടാണ് കാവർ. അപ്പൊ താക്കിക്ക് എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് റസൂലുള്ളാഹി. അതില്ലാതെ ഒരു കലിമ ഇവിടെ പാസ്സാവില്ല. അപ്പൊ നമ്മൾ ലായിലായില്ലെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഉറച്ചാണ് പറയുകയാണെങ്കിൽ നമ്മുടെ നബി ഇബ്ലീസാണ്, യാതൊരു തർക്കവും വേണ്ടത്. അപ്പൊ ഇബ്ലീസിന്റെ ഉമ്മത്തിൽ അവിടെ വരെ നിന്നാലും നമ്മൾ സ്വയം ചിന്തിക്കണം.
അത് ഠിക്കാനില്ലാത്ത സ്ഥലത്താണ് ഉള്ളത്. അപ്പൊ അതാണ് അവർ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ സ്വയം മനസ്സിലാക്കണം, നമ്മൾ ലായിലായില്ലല്ലാന്ന് പറഞ്ഞാൽ ആരാവും, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങളെ ഇപ്പോഴത്തെ ഉമ്മത്തിലാവോ ആവില്ല, അസുഖമുള്ളതാണല്ലോ ഉമ്മത്തിയാവോ. മുൻകാല ലായിലായില്ല അല്പമുഖത്തിൽ ഇല്ലാത്ത ത്യാഗിക്കുമ്പോഴോ കാവിലെന്ന് അതീക്ഷിച്ചു. അതായത് ഒരു മനുഷ്യൻ 1000 പ്രാവശ്യം ലായിലായില്ലതാന്ന് പറഞ്ഞ് ഉച്ചയിൽ പള്ളികളിൽ ചെല്ലട്ടെ, പക്ഷെ മുനാഫിക്കാണ്, വെറുതെ കാഫറാണ്. പക്ഷേ മുൻകാല ഇല്ലാതെ ത്യാഗിക്കുമ്പോഴോ കാവ്, ത്യാഗിക്കില്ലാത്തതുപോലെ കാവ്. അപ്പൊ ത്യാഗിക്ക് എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് റസൂലുള്ളാഹി, അതില്ലാതെ ഒരു കലിമ ഇവിടെ പാസ്സാവില്ല. അപ്പൊ നമ്മൾ ലായിലായില്ലെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഉറച്ചാണ് പറയുന്നതെങ്കിൽ നമ്മുടെ വിധി ഇബ്ലീസാണ്, യാതൊരു തർക്കവും വേണ്ടത്. അപ്പൊ ഇബ്ലീസിന്റെ ഉമ്മത്തിൽ അവിടെ വരെ നന്നാവും നമ്മൾ സ്വയം ചിന്തിക്കും. സുഹൃത്തുക്കൾ കേൾക്കുന്നുണ്ടോ? സമസ്തന്റെ മുഷാവറ ഇത് സമ്മതിച്ചു കൊടുക്കണം. എന്നാ ഓർക്ക് ഭയങ്കര സന്തോഷമാവും. ചെറുശ്ശേരിസ്ഥാനിലെ കയ്യമുത്താവൂരുണ്ടാവും. ഇയാള് കണ്ണൂർ ജില്ലയിൽ വെച്ച് പ്രസംഗിക്കണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് 2 സംഘടനയുള്ളൂ, ഒന്ന് സമസ്തയും ഒന്ന് മുസ്ലിം ലീഗും. മതപരമായിട്ടും സമസ്തയും രാഷ്ട്രീയമായിട്ട് മുസ്ലിം ലീഗും. കണ്ണൂർ വെച്ച് പ്രസംഗിച്ചതാ. പക്ഷെ ഇയാളെ തോന്നിവാസത്തിന് സമസ്തനെ കൂട്ടു നിൽക്കാൻ കിട്ടൂലെന്ന് കണ്ടപ്പോ ഇയാൾ സമസ്തന്റെ ആന്റിയായി നിൽക്കുക. അതിനാളുകൾ ഇറക്കി വിടുക. എന്താ ഇയാൾ ഈ പറഞ്ഞത് സുഹൃത്തുക്കളെ? ഞാൻ ചോദിക്കട്ടെ, സൂഫിയാക്കാനെ മുഴുവനെ ഞാൻ വീണ്ടും വെല്ലുവിളിക്കാണ്. മൻകാല ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഫമറ ഇല്ലാ ബിതഹ്ഖീഖിൻ വഹുവ കാഫിറുൻ. അല്ലെ, അതാണ് പിന്നെ കുറച്ചൊരു ഞാൻ പറയട്ടെ, എനിക്ക് ശരിക്കും തിരിഞ്ഞൊരു വായന ശരിക്കും അതാണ്. അവിടെ എന്തോ നാവുകളിങ്ങനെ കൊയ്യായിരുന്നു. ഇത് കുറച്ച് ചെറിയ ഇബാറത്തും കൂടിയല്ലേ, അതുകൊണ്ടായിരിക്കും നാവിങ്ങനെ കൊയാൻ പോയിരുന്നു. അപ്പോഴേക്ക് പിടിച്ചു. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാ ബിതഹ്ഖീഖിൻ ഫഹുവ കാഫിറുൻ. ഇത് ഹദീസാണെന്നാ പറഞ്ഞത്. ആരംഭ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞതായിട്ട് ആലുവ കൂടാരത്തിലുള്ള ആർക്കെങ്കിലും തെളിയിക്കാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളുടെ മൈക്കിലേക്ക് സ്വാഗതം. എന്താ വിചാരിച്ചേ? നിങ്ങളെ എന്ത് തോന്നിയാസം പറഞ്ഞാൽ അതിനൊക്കെ ആളെ കിട്ടുന്നു? നിങ്ങളെ പോലത്തെ കുറെ സുഫഹാക്കളാണ് കേരളത്തിലുള്ള മുഴുവൻ ആളുകളെന്ന് വിചാരിച്ചോ? എല്ലാരും നിങ്ങളെ പോലത്തെ സുഫഹാക്കളാണെന്ന് വിചാരിച്ചോ? സുഹൃത്തുക്കളെ, നിങ്ങൾ കേൾക്ക്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? മൻ കാന ആഖിറു കലാമിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഇതാണ് ഞങ്ങളുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഞങ്ങളുടെ മുത്തനബി പഠിപ്പിച്ചത് ഇതാണ്. ആരുടെയെങ്കിലും അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. ഈ മാത്രമല്ല, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുൻഗാമികളായ പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും നല്ല വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ദീന്, ഇതാണ് ഹബീബായ മുത്തുനബി പഠിപ്പിച്ചത്. ശ്രീമാൻ കളരിക്കൽ യൂസുഫിന്റെ ഹദീസ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരെങ്കിലും പറഞ്ഞാൽ അവൻ കാഫിറാണ്. ഇത് സമസ്ത ശരിവെച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ സമസ്ത പയച്ചോര്, ജാരസന്തതികള്, വിചാരത്തിലുണ്ടായവര്, പ്രശ്നക്കാര്, ആകെ പ്രശ്നം അല്ലേ? സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾ കേൾക്ക്. ഇനി ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല കേട്ടോ. ഇതിനി വിശദീകരിക്കാം, വൈക്കിൽ വന്നിട്ട് ആർക്കും വിശദീകരിക്കാം. ഓരോ ക്ലിപ്പുകളും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. ഇനി സുഹൃത്തുക്കളെ, ഇയാള് പറയുന്ന ഏറ്റവും വലിയൊരു അബദ്ധമുണ്ട്, വലിയ ഒരബദ്ധം. അതും കൂടെ കേൾപ്പിച്ചിട്ട് തൽക്കാലം ഇന്നത്തെ ഈ ചർച്ച, ഈ അവതരണം നമുക്കിവിടെ നിർത്തിവെക്കാം. എന്നിട്ട് ആലുവക്കാരായ ആരെങ്കിലും ഹയാത്തോടെ നിലവിലുണ്ടെങ്കിൽ നിങ്ങളെ ഖുത്ബുസ്സമാൻ പറഞ്ഞ ഈ ഹദീസുകൾ എന്ന് പറഞ്ഞുകൊണ്ട്
ഖുതുബുസ്സമാൻ എന്ന് പറയുന്ന ഇയാള് പറഞ്ഞ ഈ വാചകങ്ങളൊക്കെ നിങ്ങൾക്ക് ഏത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് കൊണ്ടുവരാൻ കഴിയുക എങ്കിൽ അതൊന്ന് കൊണ്ടുവരണം എന്ന് വളരെ വിനയത്തോടുകൂടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ കേട്ടോളൂ. ക്ലിപ്പ് നമ്പർ ഇപ്പൊ 9 കഴിഞ്ഞത്, 10ാമത്തെ ക്ലിപ്പ് അത് മതി. ഇനി ക്ലിപ്പ് കുറച്ചും കൂടെ പറഞ്ഞിട്ടുണ്ട്, സമയമല്ല, നേരം ഇവിടെ UAE 10 മണി കഴിഞ്ഞല്ലോ. അതുകൊണ്ട് അല്ലേ തിൽക അശറത്തും കാമില അവിടെ നിൽക്കട്ടെ. 10ാം നമ്പർ ക്ലിപ്പ് എന്താ ഇയാൾ പറയണമെന്നറിയോ സുഹൃത്തുക്കളെ? ഈ ക്ലാസ് റൂമിലുള്ള ആളുകൾ 927 ശേഷം വേണ്ട 930 മുമ്പ്, അങ്ങനെ പറയാം, ഒന്നുകൂടി സൂക്ഷ്മത വഹിക്കുക. 930 മുമ്പ് ജനിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എസ് അടിച്ചാണ്. 1930 മുമ്പ് ഇവിടെ ജനിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എസ് അടിക്കും. ഇല്ലാത്തവരോട് നോ അടിക്കാൻ ഞാൻ പറയണില്ല. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ തന്നെ അയാൾക്ക് എസ്സും അറിയില്ല, എസ് അടിക്കാൻ അയാൾ വേറെ ആരെങ്കിലും അയാളെ കൊണ്ട് അടുപ്പിക്കേണ്ടി വരും. അഥവാ അയാൾ എസ് അടിച്ചാൽ അയാൾ ഐസിയിലാക്കും വേണ്ടി വരും, അല്ലേ? ആരെങ്കിലും എസ് അടിച്ചാൽ അയാളെ എന്ത് ചെയ്യേണ്ടി വരും? ഐസിയിലാക്കും വേണ്ടി വരും. അയാൾ അത്രയും പ്രായമായിട്ടുണ്ടാവും അയാൾക്ക്. ഇവിടെ ആരുമില്ല, എല്ലാരും 30 ശേഷമുള്ളവരാണ്. എന്നാലേ ആലുവക്കാരാരെങ്കിലും ഉണ്ടോ? ആലുവക്കാരാണ് എന്നാ കേട്ടോളി സുഹൃത്തുക്കളെ. ആലുവക്കാരാരെങ്കിലും 30 മുമ്പ് ജനിച്ചോണ്ടാ? ഇല്ലെങ്കിൽ കേട്ടോളി, നിങ്ങളൊക്കെ ജാരസന്തതികളാണ് എന്നാണ് നിങ്ങളെ ശൈഖ് പറയുന്നത്. നിങ്ങളൊക്കെ സ്വഹീഹായ നിക്കാഹിലുണ്ടായവരല്ല. ആര് പറഞ്ഞു? കളരിക്കൽ യൂസുഫ് ഖാൻ. ഇയാളോ? അയാളാരാപ്പോ? നമ്മളെ സൂപ്യാക്കാരനെ വരുവാനോ? സുബ്ഹാനല്ലാഹ്. സൂപ്യാക്കാരൻ വരുവാനാണ് മൂപ്പരെ കാര്യമായ ഒരു ഇതിപ്പോ. വേറെ ഉള്ളവരൊക്കെ കുറെ ഒതുങ്ങിയിട്ടുണ്ട്. സൂപ്യാക്കാരൻ മുഴുവൻ മൂപ്പരെ വിടാൻ കഴിഞ്ഞിട്ടില്ല. ഓൾഡ് മുഴുവൻ മൂപ്പർക്കൊരു വിടാൻ കഴിയുന്നില്ല. മൂപ്പരെങ്ങനെ ഉണ്ടായതാ? എന്താണ് ഇയാൾക്കുള്ള മരുന്ന്? ഇയാളെ നിങ്ങൾ ഏതെങ്കിലും മാനസിക രോഗാശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ബാന്ധം, ഈ വൃത്തികേടുകൾ ഇനിയും മുസ്ലിം ഉമ്മത്ത് കേൾക്കേണ്ടി വരും. ഇയാളെ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് അഡ്മിറ്റ് ചെയ്യണം. അടിയന്തരമായി നിങ്ങൾ ചെയ്യേണ്ട പണി അതാണ്. നിങ്ങൾ ആളെ ദിക്ർ വാങ്ങുന്നവരെ ചെയ്യാണ്ട് നിങ്ങൾ അയാളൊന്ന് സംരക്ഷിക്കുക. എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് പാവല്ലേ സാധു കുതിരവട്ടത്ത് കൊണ്ടുപോയിക്കോളി, ഇനി അല്ലെങ്കിൽ പൂങ്കാവുണ്ടായിക്കോളി. അത് കുറച്ചുകൂടി അടുത്തല്ലേ. ഞാനിത് പറഞ്ഞ വെറുതെന്നല്ല. ഞാൻ വ്യഭിചാരത്തിനുണ്ടായി എന്നോട് ഒരാൾ പറഞ്ഞാൽ എനിക്കത് സഹിക്കുവോ? എന്റെ മാതാപിതാക്കൾ വ്യഭിചരിച്ചു, അതിനുണ്ടായതാണ് ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കുവോ? നിങ്ങൾക്ക് സഹിക്കുവോ സുഹൃത്തുക്കളെ? നിങ്ങളുടെ മുഖത്ത് നോക്കി ഒരാൾ അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? എന്നാ കളരിക്കൽ യൂസുഫ് പറയട്ടെ, കേട്ടോളി. ഒരു കാര്യമല്ല മുനാഫിക്കാര്. അപ്പൊ 1926 ശേഷം ഇവിടെ നടന്ന നിക്കാഹ് മുനാഫിക്കിനെ നിക്കാഹ് ശരിയാവൂല, മുനാഫിക്കിനെ കുത്തുബ ശരിയാവൂല. ഞാനിതൊക്കെ പണ്ടും പഠിച്ച പണ്ടുള്ളതിനെ എപ്പോഴും പറയണ്ട. പക്ഷെ നമുക്കൊരു പള്ളിയ സ്ഥാപനം ഇല്ലാത്തതിന്റെ പേരിൽ ഇവിടുത്തെ ശത്രുക്കളെ കൊണ്ട് ഇത് ഇത്രയും വൈകി. 26 ശേഷം ഇവിടെ കാണിച്ചിരുന്ന കാര്യം ഒരു കാര്യമല്ല മുനാഫിക്കാര്. അപ്പൊ 1926 ശേഷം ഇവിടെ നടന്ന നിക്കാഹ് മുനാഫിക്കിനെ നിക്കാഹ് ശരിയാവൂല, മുനാഫിക്കിനെ കുത്തുബ ശരിയാവൂല. ഞാനിതൊക്കെ പണ്ടും പഠിച്ച പണ്ടുള്ളതിനെ എപ്പോഴും പറയണ്ട. പക്ഷെ നമുക്കൊരു പള്ളിയ സ്ഥാപനം ഇല്ലാത്തതിന്റെ പേരിൽ ഇവിടുത്തെ ശത്രുക്കളെ കൊണ്ട് ഇത് ഇത്രയും വൈകി. ഇത് സമസ്തകൾ അംഗീകരിച്ചു കൊടുത്താല് വലിയ സന്തോഷമായി. ഇത് സമസ്ത സമ്മതിച്ചു കൊടുത്താല് വലിയ സന്തോഷമായി. ഇയാളെ വിചാരം കേരളത്തിലുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാരും കളരിക്കൽ യൂസുഫും കീശേരിക്കാരിയാന്ന് എഴുതിയോ? ഞാൻ അങ്ങനെ ചോദിക്കണുള്ളൂ. അത് എന്റെ മാന്യത, ഞാൻ SKSF ആയതുകൊണ്ട്. അല്ല, തമാശരല്ല. കേരളത്തിലുള്ള മുഴുവൻ ആളുകളും അങ്ങനെയാണ് അയാളെ എഴുതിയത്.
എന്താ ഇയാൾ ഈ പറഞ്ഞത്? ഇയാൾ എന്താ ഈ പറഞ്ഞത്? 1926 ശേഷം നടന്ന നിക്കാഹുകളൊന്നും ഒക്കെ മുനാഫിക്കങ്ങളെ മുനാഫിക്കങ്ങളെ നിക്കാഹൊന്നും സഹിയാവൂലത്രേ. പുതിയ അവസാന ഇയാൾക്ക് ചികിത്സ ശരിക്ക് ഞാൻ എന്റെ നാടിന്റെ അടുത്ത് ഞാൻ സമയം നീട്ടുന്നില്ല, നമ്മളെ നാടിന്റെ അവിടെ ചെറിയൊരു വിഷയം ഉണ്ടായ സമയത്ത് നമ്മളവിടെ ചെറിയ ചികിത്സ നടത്തിയത്. ആ ചികിത്സയാണ് ശരിയാക്ക് വേണ്ടത്. സത്യം പറഞ്ഞാൽ ആ ചികിത്സയാക്കി വേണ്ടത്. ഇറച്ചിക്ക് വേദനയാണ്. ഇറച്ചിമ മണ്ണ് വീഴുമ്പോ അപ്പ് ബോധം വരും. മനസ്സിലായോ? അതല്ലാതെ ഇതിന് ചികിത്സ അല്ല. പിരാന്ത് വിളിച്ചു പറയാന്നിട്ട് അതൊക്കെ വിലായത്താന്ന് പറയല. അങ്ങനെയുണ്ടൊരു പരിപാടി. എന്നിട്ട് അതിന് കുത്തുബുസമാൻ പറയല. ഏറ്റവും വലിയ പിരാന്തം കുത്തുബുസമാൻ, ചെറിയ ആപ് മാനസിക രോഗി വലിയ. അങ്ങനെയുണ്ടോ? സുഹൃത്തുക്കളെ നിങ്ങൾ നോക്ക്, എന്താ ഇയാൾ പറഞ്ഞത്? 926 ശേഷം കേരളത്തിൽ നടന്ന നിക്കാഹുകൾ സ്വഹീഹല്ലത്രേ. അപ്പൊ ഈ കേൾക്കുന്ന, എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകളൊക്കെ ജാരസന്തതികളാണെന്നാണ് ആലുവക്കാരൻ കളരിക്കൽ യൂസുഫ് പറയുന്നത്. ഇയാൾ കുത്തുബുസമാനാണെന്ന് സമസ്ത അംഗീകരിച്ചു കൊടുക്കണോ? ഇയാൾ ഷെയ്ഖാണെന്ന് സമസ്ത അംഗീകരിച്ചു കൊടുക്കണോ? ഇയാൾ വിഡ്ഢിത്തം വിളിച്ചു പറഞ്ഞതൊക്കെ ഹക്കാണെന്ന് സമസ്തയാണ് ജസ്റ്റ് കൂടി കൊടുക്കലാ? എന്നിട്ട് ഇതൊക്കെ പറയുമ്പോ ഇത് സമ്മതിക്കാത്തതിന്റെ പേരിൽ സമസ്ത ബ്രിട്ടീഷ് സംഘടനയാണ്, ചാര സംഘടനയാണ്, പിന്നെ വരക്കൽ ബാലവി തങ്ങൾ ആശയക്കാരനാണ് എന്നൊക്കെയാ പറയണത്. യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്ത വിഡ്ഢിത്തം വിളിച്ചു പറയാം. എന്തിന്? ഈ ആദി പൊട്ടത്തരങ്ങൾ സമ്മതിച്ചു കൊടുക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇൻഷാ അല്ലാഹ് ഇത് ദി എൻഡ് അല്ല. തീർച്ചയായും ഇൻഷാ അല്ലാഹ് നാളെ ചൊവ്വാഴ്ചയാണല്ലോ നാളെ, അല്ലെ? നാളെ രാത്രി ഇൻഷാ അല്ലാഹ് ഇതിന്റെ തുടർച്ച നിങ്ങൾക്ക് കേൾക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ആലുവക്കാരായിട്ടാരെങ്കിലും ഈ ക്ലാസ് റൂമിലുണ്ടെങ്കിൽ അവർ മൈക്കിൽ വരണം. കുത്തുബുസമാന്റെ ആ സംസ്കാരത്തിൽ വരണ്ട. ആ വന്നാൽ ഇവിടെ ബൗൺസും ഡോട്ടൊക്കെ കിട്ടും. മനുഷ്യന്മാരെ സംസ്കാരത്തിൽ ഇവിടെ വരിക. എന്നിട്ട് നിങ്ങൾ ഷെയ്ഖ് എന്ന് പറയുന്ന ഈ ഫുലാൻ പറഞ്ഞ ഈ വാദങ്ങളെ, ഇയാൾ നിരത്തിയ ഈ അബദ്ധങ്ങളെ സുബദ്ധങ്ങളാക്കാൻ നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുകളുമുണ്ടെങ്കിൽ, ഹദീസുകൾ എന്ന് പറഞ്ഞ് മുത്തുനബിയുടെ മേൽ ഇയാൾ പച്ചനോണ ആരോപിച്ചു, ഇതൊക്കെ ഹദീസുകളാണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ, ഏത് ഗ്രന്ഥത്തിൽ ഏത് മുഹദ്ദിസ് കൊണ്ടുവന്ന ഹദീസുകളാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുമെങ്കിൽ, സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ മൈക്കിലേക്ക് നിങ്ങൾക്ക് സുസ്വാഗതം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അൽഹംദുലില്ലാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.